ജിനു മെറ്റയിൽ നിന്നും രാജിവെച്ച് CDയിലോട്ട് വരുന്നു. വലിയ ലിവിങ് ടുഗദറിന് ശേഷമാണ് ഇയാള് നമ്മുടെ വീട്ടിലൊരു അസോസിയേഷൻ. ഭയങ്കര അൺഎക്സ്പെക്ടഡ്. ഒരു പോയിന്റിൽ പോലും ഞാൻ പേഴ്സണലി എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പലപ്പോഴും ഒരു അക്കാഡമിയിൽ ലാക്ക് ചെയ്യുന്നത്, ഒരു ഏജൻസിയിൽ ലാക്ക് ചെയ്യുന്നത് ഒരു പക്ഷേ എന്നെ പോലെ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളുകളുടെ പ്രസൻസ് ആയിരിക്കാം. ഈ വർഷം നമുക്ക് ഒറ്റ ബാച്ച് മാത്രമേ ഉള്ളൂ, അഡ്വാൻസ്ഡ് മാർക്കറ്റിംഗ് മാനേജർ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്. സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ ഒരു പ്രോപ്പർട്ടി നമ്മൾ മീൻസ് റീഫർബിഷ് ചെയ്യാം. പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരുപാട് അധികം വർക്ക് ചെയ്യുന്നതിന് പകരം അവർക്ക് ആദ്യമേ പോർട്ട്ഫോളിയോ ഉണ്ട്. അവർ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ അവർ ചെയ്ത വർക്ക് ഷോക്കേസ് ചെയ്യാനുള്ള ആ ഒരു സാധനമാണ് നമ്മളവിടെ പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് വെറുതെ ചുമ്മാ കുറേ തിയറീസ് പറഞ്ഞു കൊടുക്കുക, കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇറ്റ് ഡസൻറ്റ് മാറ്റേഴ്സ്. വൺ among many ആയിട്ട് ഇനിയും ഒരു അനദർ അക്കാഡമി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റ് ചെയ്യുന്നതിൽ ഒരു ത്രില്ലില്ല. ചില ആൾക്കാർക്ക് കുറച്ചുകൂടെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഒരു നമ്മുടെ CDA ബ്രാൻഡിലൂടെ പുറത്തോട്ട് വരുന്നത്. പക്ഷെ ഒരു സീരിയസ് മാർക്കറ്റിംഗ് ജോബിലോട്ട്, വിച്ച് ഇസ് എ വെരി ഫുൾ ടൈം ജോബ്. ഞാനത് കഴിഞ്ഞ ദിവസം കണ്ടു, നമ്മുടെ ഒരു ലേണറുടെ വീഡിയോയിൽ കിറ്റ്കാറ്റ് ബ്രാൻഡ്. ഇനി അദ്ദേഹത്തിന് ഇതിനപ്പുറത്തോട്ടൊരു പോർട്ട്ഫോളിയോയുടെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. നാളെ ഏതൊരു ഇന്റർവ്യൂ ബ്രേക്ക് എടുക്കാം. നമ്മുടെ ഡെഡ് ലൈൻ എടുത്തു. CMS ക്രിയേറ്റേഴ്സ് മാർക്കറ്റേഴ്സ് സ്കൂൾ നമ്മൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളതിൽ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യണ്ടേ? ശരി, നമ്മളെവിടെ എത്തി, എന്താണ്, ആൻഡ് നമ്മൾ ഇതിലൂടെ എന്താണ് പബ്ലിക്കിലോട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയിലോട്ട് എന്താ എത്തിക്കാൻ പോകുന്നുള്ള കാര്യത്തിലൊരു ക്ലാരിറ്റി നമുക്ക് ഡെഫിനറ്റ്ലി ഉണ്ട്. അതുപോലെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. എന്താണ് ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ് സ്കൂൾ എന്നുള്ളത് ശരിക്കും പബ്ലിക്കലി ഒന്ന് പറയേണ്ട സമയമായിട്ടുണ്ട്. ഓൾറെഡി ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് കാണുന്ന ആളുകൾക്കൊക്കെ. ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട് ഓൾറെഡി. അസ്ലമിന്റെ പണികളൊക്കെ തീർത്തിട്ടുണ്ട്, ഇൻഫ്ര ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് CDയും ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ് സ്കൂളും വ്യത്യസ്തമായിട്ട് വർക്ക് ചെയ്യുന്നത്, ആർക്കാണ് CMSന്റെ ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടി പോകുന്നത്, ആരൊക്കെയാണ് ഇതിന് പിറകിലുള്ളത്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്ന് പുറത്തോട്ടേക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റണം. അല്ലാതെ നമ്മള് ജിൻഷത്തെ പുള്ളിക്കാരനാണ്. ഹലോ, നിങ്ങൾ ഞാൻ ഇല്ലാതെ തുടങ്ങിയ ഇല്ല, തുടങ്ങിയേ ഉള്ളൂ. അല്ല, ഇനി നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അവസ്ഥയിൽ ഞാൻ കൊണ്ട് എത്തിച്ചു. സോറി, ലേറ്റ്. കാപ്പികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഓരോ പ്രോജക്റ്റ് കഴിയുമ്പോഴും. പുതിയ കാപ്പി കുടിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാപ്പി കുടിക്കുന്നവരെ മാത്രമേ നിങ്ങൾ എടുക്കുള്ളൂ അല്ലേ? അല്ല, നമ്മളെ കൂടെ വന്നാൽ നമ്മൾ ആ കാപ്പി കൊടുക്കും എന്നുള്ളതാണ്. ഞാനൊരു കഥ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ബിരിയാണി മേടിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് CDയിലേക്ക് കൊണ്ടുപോയതാണ്. ഈ പിന്നെ പല കഥകളും എയറിലുണ്ട്. അതായത് ജിനു മെറ്റയിൽ നിന്നും രാജിവെച്ച് CDയിലോട്ട് വരുന്നു. ബിരിയാണി ആയിരിക്കില്ല, എനിക്ക് ഉറപ്പാണ്, ബിരിയാണിയുടെ പിറകിലായിരിക്കില്ല ജിനു CDയിലേക്ക് വന്നിട്ട്. ഒരു വലിയ ലിവിങ് ടുഗദറിന് ശേഷമാണ് ഇയാള് നമ്മുടെ വീട്ടിലൊരു അസോസിയേഷൻ. ഭയങ്കര അൺഎക്സ്പെക്ടഡ്. ഒരു പോയിന്റിൽ പോലും ഞാൻ പേഴ്സണലി എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇതിപ്പം ജിനു ഇപ്പം അതും നമ്മുടെ ഒരു കോയിൻ ഇത് നോക്കുക, ഒരു ഇവോൾവിങ്. ഇതേ ഫ്രൂട്ട് ബേ നമ്മുടെ ബ്രാൻഡ്, നമ്മൾ അസോസിയേറ്റ് നിൽക്കുന്ന ബ്രാൻഡ്, അതിൽ ജിനു ഭാഗമാണ്. അങ്ങനെ ജിനുവിനെ അങ്ങനെയാണ് എനിക്ക് പരിചയം. അപ്പോൾ ജിനുവിനെ പരിചയപ്പെട്ടപ്പോൾ തൊട്ട് നമ്മളങ്ങനെ ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്നില്ലെങ്കിലും മീറ്റ് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ തമ്മിലൊരു നല്ല ബോണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ കൊച്ചിയിൽ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ട് നമ്മളിങ്ങനെ മീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു കോൺവെക്കേഷൻ ഗസ്റ്റ് ഇല്ല, ഗസ്റ്റ് ആവാന്ന് വെച്ചാൽ അന്ന് വിളിച്ചപ്പോൾ ഒരു ചെറിയ ടീഷർട്ടും ഒരു കുട്ടി നിക്കറൊക്കെ ഇട്ടിട്ട് ഗസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ജിനു ഫ്രീ ആണെങ്കിൽ നമുക്ക് ഇന്ന് ഉച്ചക്ക് ഒരുമിച്ച് ബിരിയാണി കഴിക്കാം. അപ്പോഴത്തേക്ക് ആള് ഫ്രീ ആന്ന് പറഞ്ഞിട്ട് വരുന്നു, നിങ്ങളെ കാണുന്നു. ആ ഇൻസ്റ്റഗ്രാം സ്റ്റോറി പറഞ്ഞില്ലേ, പക്ഷെ നമുക്കെല്ലാവർക്കും അല്ലെങ്കിൽ CDയുടെ കംപ്ലീറ്റ് ലേണേഴ്സിനും ജിനൂബനെ പരിചയമുള്ളത് നമ്മുടെ ഒക്കെ ട്രെയിനർ ആയിരുന്നു ആള്. ബോൺ ഓൺ ഇൻസ്റ്റഗ്രാം എന്നുള്ള മെറ്റയുടെ ഒരു പ്രോഗ്രാമിന്റെ മലയാളം വേർഷൻസിന്റെ കംപ്ലീറ്റ് വോയിസും ആ പ്രോഗ്രാം ഒക്കെ ചെയ്തിരിക്കുന്നത് ജിനൂബനാണ്. ബോൺ ഓൺ ഇൻസ്റ്റഗ്രാമിലേക്ക് സ്വാഗതം. അതൊന്ന് പറയാമോ, പ്ലാറ്റ്ഫോം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്? എനിക്ക് സത്യം പറയാൻ സ്ക്രിപ്റ്റ് അറിയത്തില്ല, എന്നാലും എന്നെക്കാളും കൂടുതൽ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും നിങ്ങളായിരിക്കും. പക്ഷെ
എനിക്ക് അതിനകത്ത് ഏറ്റവും രസമായിട്ട് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്, നമ്മളിതിനകത്ത് പറഞ്ഞു നടക്കാൻ നമുക്ക് ഇതില്ലല്ലോ. അപ്പം ഞാനിവിടെ വന്നു, റൗഷനോട് സംസാരിക്കുന്നു, ഹുദൈഫിനോട് സംസാരിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഹുദൈഫിനോട് ചോദിക്കുകയാണ്, ഈ ബോൺ ഇൻസ്റ്റാഗ്രാമിലെ വോയിസ് നിങ്ങളാണോ? ഞാൻ അവിടെ വീണു. സത്യം പറഞ്ഞു, അപ്പോഴാണ് നിങ്ങൾ മെറ്റയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ അറിയുന്നത്. ഞാനപ്പോ ആള് ഇമോഷണലാവുന്നു, നിങ്ങളപ്പോ എനിക്കിത് മനസ്സിലാവുന്നില്ലല്ലോ, എന്താ നടക്കുന്നത് എന്റെ കണ്ണിൽ വെള്ളം തോന്നുന്നു. കണ്ണൊക്കെ നിറഞ്ഞു. സത്യമായിട്ടും ഇപ്പൊ ഓർക്കുമ്പോൾ അറിയാം. കാരണം നമുക്ക് ഒരാൾ എന്നെ തിരിച്ചറിഞ്ഞു. ഇന്റേണലി ഉള്ള ഒരു റെക്കഗ്നീഷനെ കാട്ടിലും നമ്മൾ എക്സ്റ്റേണലി ഒരാള് ഈ ശബ്ദം നിങ്ങളുടെ ആണോ എന്ന് ചോദിക്കുമ്പം കിട്ടുന്ന ഒരു ഭയങ്കര ഒരു ഹൈ ഇല്ലേ, അത് ഭയങ്കരമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എന്നിട്ട് ഉദയ് പറഞ്ഞു, നിങ്ങൾ ഈ ശബ്ദം പോലെ തന്നെ ഒരാളെ നോക്കി നടന്നു. ഞാനത് കൂടുതൽ പറഞ്ഞ ഞാൻ എന്നെ തന്നെ പൊക്കി പറയുന്ന പോലെ ആവുന്നുള്ളത് കൊണ്ട് പറഞ്ഞു. അവിടെ ഇത് കുള്ളന്റെ ഭാര്യയിലെ പിന്നെ ആക്ടർ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായി. അതുപോലെ ഞാൻ പറഞ്ഞു ഇത് ക്രിയേറ്റേഴ്സ് ബോൺ ഓൺ ഇൻസ്റ്റഗ്രാമിന്റെ കോഴ്സ് ചെയ്ത ആളല്ലേ എന്ന് പറയുന്നു. ഇതിനൊക്കെ അപ്പുറത്തോട്ടേക്ക് റൗഷൻ പറയുന്നത് മറ്റു പല കാര്യങ്ങളുമാണ്. ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള കുറേ അധികം സ്കില്ലും കുറേ അധികം ഏരിയയിലൂടെ ഒക്കെ ജിനു പോയി. നമ്മളിനി ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ് സ്കൂളിലേക്ക് ജിനു ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കും CDAയിൽ ജിനു കണ്ടിട്ടുണ്ടാവുക ഈ ടീമിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് ഒരു തീരുമാനത്തിൻ്റെ പിറകിലുള്ളത്? ഞാൻ പറയാറുണ്ട്, നമ്മൾ CDAയിലൊക്കെ ലേണേഴ്സിനോടൊക്കെ പറയാറുണ്ട്, നമ്മുടെ ഒരു ഗോളിൽ നമ്മൾ വലിയ കമ്പനീസിനെ കാണണം, മെറ്റയിൽ വർക്ക് ചെയ്യണം, ഗൂഗിളിൽ വർക്ക് ചെയ്യണം, അതുപോലെ ഒരു വലിയ വലിയ ഏജൻസികളിലേക്ക് ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ നാഷണൽ ഏജൻസീസിലേക്ക് പോകണം എന്നൊക്കെ പറയും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുന്ന് ആളുകൾ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോഴാണ് അവിടുന്ന് ഒരാൾ ഇവിടേക്ക് വരുന്നത്. അത്രയ്ക്ക് മോശമായിരുന്നു മെറ്റായിരുന്നു. അബ്സല്യൂട്ട്ലി അല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേരോ, നമ്മൾക്ക് ചില ഡയറ്റൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഷുഗർ അവോയ്ഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഷുഗറിനോട് നമുക്ക് ദേഷ്യമോ വെറുപ്പോ ഉണ്ടായിട്ടല്ല, ഒരു പുതിയൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് മാറ്റി വെക്കേണ്ടി വരും. ഞാൻ അങ്ങനെയാണ് മെറ്റയെ കരുതുന്നത്. മെറ്റയോട് ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളൊന്നാണ് മെറ്റ. ഒരു 8 വർഷമല്ല, 8.5 വർഷമാണെന്ന് ഞാൻ സ്പെസിഫിക്കലി പറയുന്നത്. ആ 6 മാസവും എൻ്റെ ലൈഫിൽ ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ 8.5 വർഷം ഞാനെന്ന വ്യക്തിയുടെ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. അതിന് തൊട്ട് മുമ്പ് നമ്മൾ സൺ നെറ്റ്വർക്കിലായിരുന്നപ്പോഴും മനോരമയിലായിരുന്നപ്പോഴും അതിനു മുമ്പ് തന്തിയുടെ റേഡിയോ ഡിവിഷനിലൊക്കെ ആയിരുന്നപ്പോഴും നമ്മൾ പഠിച്ചതൊന്നുമല്ല ശരിക്കുമുള്ള നമ്മളുടെ ഒരു ലൈഫ്, ശരിക്കുമുള്ള നമ്മളുടെ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് എന്നത് മനസ്സിലാക്കിയത് ഈ കഴിഞ്ഞ 8.5 വർഷത്തിലാണ്. അത് ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പം എനിക്ക് സ്വാഭാവികമായിട്ടും ചില ബന്ധങ്ങൾ കാരണം തോന്നി നമ്മൾ അത്യാവശ്യം ലോകത്തെ ഏറ്റവും നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ദൈവം ഭാഗ്യം തന്നു. എന്നാൽ പിന്നെ ലോകത്തെ ഏറ്റവും നല്ല കമ്പനി ആകാൻ പോകുന്ന കമ്പനിയിൽ കൂടെ എനിക്ക് വർക്ക് ചെയ്യാമല്ലോ. അതെനിക്ക് ഇഷ്ടമായി. അതുകൊണ്ടാണല്ലോ നമ്മൾ വേൾഡ്സ് ബെസ്റ്റ് എന്ന് തന്നെ ഇട്ടിരിക്കുന്നത്. ഓഫ് കോഴ്സ് ദാറ്റ് വാസ് ദ പ്രൈമറി റീസൺ. പിന്നെ എനിക്ക് നാട്ടിൽ നമ്മളുടെ ആളുകൾ, നമ്മുടെ മലയാളികൾ നമ്മളുടെ കൂടെ ഒരു കാര്യം ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എവിടെയോ ആരോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ട് മെറ്റയിൽ പ്രോപ്പറായിട്ട് മലയാളം സംസാരിക്കുന്ന ഒരു പച്ച മലയാളിയായിട്ട് എനിക്ക് ഇത്രയും കാലം നിൽക്കാൻ പറ്റി. 90,000 പേരിൽ എനിക്ക് ആദ്യത്തെ ഒരു 15,000 പേരിൽ ഞാനുണ്ട് മെറ്റയിലെ എംപ്ലോയീസിൽ. നമ്മൾ മാർക്ക് സക്കർബർഗിന് ശേഷമാണ് 100% ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ശേഷമാണ് 96% പേര് മെറ്റയിൽ ജോയിൻ ചെയ്തത്. അതൊരു വലിയ സംഭവമല്ലേ ഉള്ളൂ. ഐ മീൻ എനിക്ക് എന്നെ സംബന്ധിച്ചുള്ളത് ഭയങ്കര സാധനമാണ്. കാരണം നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്ക് എന്ന കമ്പനി നെയിമിലായിരുന്നു. എക്സാക്ട്ലി മെറ്റ എന്നുള്ളൊരു പേരിൽ. നിങ്ങൾ ജോയിൻ സമയത്ത് ഇൻസ്റ്റാഗ്രാം ഇല്ല, അല്ലെങ്കിൽ റീൽസുകളോ കാര്യങ്ങളോ? റീൽസ് ഇല്ല. ഇൻസ്റ്റാഗ്രാം ആസ് എ പ്ലാറ്റ്ഫോം ഉണ്ട്, പക്ഷേ റീൽസ് ഇല്ല. അതല്ലേ മറ്റേ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി ഈ ട്രാൻസ്ഫോർമേഷൻസ് നിങ്ങളുടെ മുന്നിലൂടെ നടന്നുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഈ ട്രാൻസ്ഫോർമേഷൻസ് നേരിട്ട് കണ്ട ഒരാളാണ് അല്ലേ? പിന്നെ ഉറപ്പായിട്ടും കാണുക മാത്രമല്ല അത് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുമെന്നുള്ളതോ. അതിനു മുമ്പ് ഞാൻ റേഡിയോയിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പം നമ്മൾ റേഡിയോയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഷോ, ചിലപ്പോൾ റെക്കോർഡ് ഷോസ് ഉണ്ടാവും. റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് വന്നൊരു കാറിൽ നമ്മൾ തന്നെ ഷോ കേൾക്കുന്ന ഒരു സുഖമില്ലേ. അത് വേറൊരാൾ അടുത്തിരിക്കുന്ന ആൾക്ക് അറിയില്ല ഇങ്ങേറെ ശബ്ദമാണ് എന്നുള്ള കുറേ സാധനമില്ലേ. അത് ഞാൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. റീൽസൊക്കെ കഥകൾ അത്യാവശ്യം എല്ലാവരും അറിയുന്നുള്ളൂ. ഇവിടെ ടിക്ടോക്ക് പെട്ടെന്ന് ബാൻ ആവുന്നു, 6 മാസത്തിനുള്ളിൽ പ്ലാൻ ചെയ്തത് പെട്ടെന്ന് 2 മാസത്തിനുള്ളിൽ നമ്മൾ ലോഞ്ച് ചെയ്യേണ്ടി വരുന്നു. ഭയങ്കര രസമുള്ള കാര്യങ്ങളായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാവശ്യം ഞാനും വൈഫും മോനും കൂടെ ചുരം ഇറങ്ങി ഇങ്ങനെ വളവെടുത്ത് വന്നപ്പം കുറേ ഒരു 3 ആമ്പിള്ളേർ ബൈക്ക് ഇത്തിരി സാഹസികമായ രീതിയിൽ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് വീഡിയോ എടുക്കുക. അപ്പം ഞാനിങ്ങനെ, നമുക്ക് പൊതുവെ ഒരു ദേഷ്യം വരുമല്ലോ, വളയുന്ന സമയത്താണ് ഒരു റീൽസാണ് എടുക്കുന്നത് മനസ്സിലായത്. മറ്റേ പടത്തില് വരത്തില്ലേ നടന്നോടെ പറഞ്ഞല്ലേ എടുത്ത റീൽസ് അല്ലേ പറഞ്ഞിട്ട് റീൽസാണ് നിങ്ങൾ എടുത്തു പറഞ്ഞ. പക്ഷേ ഒരു ഭയങ്കര രസമായിരുന്നു. ഒരുപാട് റീൽസ് ഉണ്ട്, സ്റ്റോറീസ് ഉണ്ട്, സോങ്സ് വന്നത്, ലൈബ്രറി വന്നത്, ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ വന്നത്.
അതൊരു വലിയ ഭാഗ്യം. എത്രയോ പേരെ നമുക്ക് കോടീശ്വരന്മാരാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അബ്സല്യൂട്ട്ലി, അതൊരു വലിയ ഭാഗ്യമല്ലേ. അതുകൊണ്ട് വെരി ഹാപ്പി. പിന്നെ ഇനിയും കോടീശ്വരന്മാരുണ്ടാകാൻ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ള ആഗ്രഹത്തിലാണ്. നമ്മൾ മാത്രം കോടീശ്വരന്മാരായാൽ പോരല്ലോ. നമ്മൾ കോടീശ്വരന്മാരാണെന്നാണ് പറഞ്ഞു തരുന്നത്. എടോ മനസ്സിന്റെ അല്ല, ഈ അടുത്തൊരു കണക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ, കേരളത്തിൽ വാർഷിക പിന്നെ വരുമാനം ഏൺ ചെയ്യുന്ന എംപ്ലോയീസിന്റെ സാലറിയിൽ ITR ഫയൽ ജിനു ഉണ്ടാവും. അതിലുണ്ട് 1% റോഷൻ മാത്രം അറിയാൻ പാടില്ലാത്ത കാര്യമാണ്. തീരെ അറിയാത്ത അങ്ങനെയുണ്ട്. എനിക്ക് ആ കണക്ക് അനന്തു ഒക്കെ നമ്മുടെ സൈല അനന്തു ഒക്കെ അതിനെ പറ്റി ഒരു റീലൊക്കെ ചെയ്തിരുന്നു. എനിക്ക് കേരളത്തിൽ നിന്നും സാലറീഡ് ആയിട്ടുള്ളവർ ITR ഫയൽ ചെയ്തപ്പോൾ 1 crore മുകളിൽ സാലറി അല്ലെ ഇൻകം ഉള്ളതായിട്ട് ഫയൽ ചെയ്തതിൽ 1700 പേരെ കണ്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ദൈവം സഹായിച്ച് നമ്മളതിലൊരാളായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കാര്യം സേഫ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, അങ്ങനെയുള്ളൊരു ഡെസിഗ്നേഷൻ, നല്ല ഡിഗ്നിറ്റി, ഒരുപാട് ക്രിയേറ്റേഴ്സിൻ്റെ എല്ലാവരുടെയും കൂടെ അവരുടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ക്രിയേറ്റേഴ്സിൻ്റെ കൂടെ സൗത്ത് ഇന്ത്യയിൽ തിളങ്ങി നിൽക്കുന്നു. അങ്ങനെ ഒരു 8 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ക്രിയേറ്റേഴ്സിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫിനാൻഷ്യലി അവർക്ക് ഗ്രോത്ത് ഉണ്ടാകുന്ന രീതിയിലേക്ക് അവരുടെ ഒരു വളർച്ചയിൽ നിങ്ങൾക്ക് ഭാഗമാകാനൊക്കെ പറ്റി. എങ്ങനെയായിരിക്കും CMSലെ ഒരു ലേണർക്ക് ഈ എക്സ്പീരിയൻസും കാര്യങ്ങളും ഇനി ജിനു നേരിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ കരിയറിലെ മാറ്റങ്ങളെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ് ഒക്കെ എന്താണ്? നിങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നോട് ചോദിച്ചാൽ കേരളത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ ആകാനുള്ള ഏറ്റവും നല്ല ഒരു മറ്റേ സെക്കൻഡ് ജയറാമേട്ട മറ്റേ അഭിമാനത്തോടെ ഇരിക്കത്തില്ല, അങ്ങനെ ഒരു മുഖം ഞാൻ കണ്ടോടെ. സീരിയസ്ലി അതുകൊണ്ടാണല്ലോ എനിക്ക് നിങ്ങളുടെ കൂടെ കൂടുന്ന ഒരു ആഗ്രഹം തോന്നിയതിൻ്റെ മെയിൻ റീസൺ അതാണ്. അപ്പം അതിന് നമ്മൾ ഓൾറെഡി അതിനുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മുടെ കയ്യിലുണ്ട്. മാൻ പവർ ഉണ്ട്, റിസോഴ്സസ് ഉണ്ട്. പക്ഷേ പലപ്പോഴും ഒരു അക്കാഡമിയിൽ ലാക്ക് ചെയ്യുന്നത്, ഒരു ഏജൻസിയിൽ ലാക്ക് ചെയ്യുന്നത് ഒരു പക്ഷേ എന്നെ പോലെ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളുകളുടെ പ്രസൻസ് ആയിരിക്കാം. കാരണം നമ്മൾ ഈ ഉണ്ടാക്കുന്നതല്ലാതെ ഇത് ശരിക്കും ഉണ്ടായി വരുന്ന ഒരു പ്രോസസ്സല്ലേ. എന്ന് വെച്ചാൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം ശരിക്കും എന്താണ് ചിന്തിച്ചത് എന്നുള്ളത് പലർക്കും അറിയണമെന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു അവിടെയാണ് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരുപാട് ഇൻസൈറ്റ്സ് ഉണ്ടാവും. ഞാൻ ലേൺ ചെയ്തതും ഞാൻ അൺലേൺ ചെയ്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എത്ര പറഞ്ഞാലും തീരാത്ത പോലെ കാര്യങ്ങളുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഇന്ത്യയിലെ ഒരു കോർപ്പറേറ്റിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു മാനസികാവസ്ഥയും ഒറ്റയടിക്ക് മെറ്റവേൾഡ് കമ്പനിയിലേക്ക് വരുമ്പോൾ ഇതൊക്കെ തെറ്റായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ എനിക്ക് ആദ്യത്തെ 2 വർഷം കടന്നുകൊണ്ട് നിന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹൈദരാബാദിലെ ഓഫീസിൽ ഇരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ഐ ബി വെരി ഫ്രാങ്ക്, ആദ്യത്തെ 1.5 വർഷം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് അവിടുത്തെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഡ്രൈവറോ ആയിരിക്കും തൊട്ടപ്പുറത്തിരുന്ന് ഫുഡ് കഴിക്കുന്നത്. നമ്മളത് അങ്ങനെ അല്ലല്ലോ ശീലിച്ചിരിക്കുന്നത്. ഇപ്പം അതിന് മുമ്പ് ഞാൻ വർക്ക് ചെയ്ത കമ്പനിയുടെ പേര് പറയുന്നില്ല, അവിടെ അസിസ്റ്റന്റ് മാനേജർ ആണെങ്കിൽ നമുക്ക് ഒരു കഷ്ണം ചിക്കൻ കിട്ടും, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കും. മാനേജർ മുകളിലാണെങ്കിൽ ബുഫേ സിസ്റ്റത്തിൽ ഇത് കഴിക്കും. ഈ പറയുന്ന ഷോഫേഴ്സ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് ആണെങ്കിൽ വേറെ ബിൽഡിങ്ങിനിരുന്ന ഫുഡ് കഴിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് എൻ്റെ തൊട്ടപ്പുറത്ത് എനിക്ക് ഐ വാസ് ബാഡ്, ഐ വാസ് എ റോങ് പേഴ്സൺ അറ്റ് ദാറ്റ് ടൈം. എനിക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ അല്ലല്ലോ എന്നുള്ളത്. പിന്നെ അവിടുത്തെ കൾച്ചർ കണ്ടപ്പോഴാണ് ഇങ്ങനെ ആകാമല്ലോ, അതിലെന്താ തെറ്റിരിക്കുന്നത്, അവരും ചെയ്യുന്ന ജോലിയാണ് നമ്മളും ചെയ്യുന്ന ജോലിയാണ്. പക്ഷേ അങ്ങനെ അല്ല നമ്മൾ പരിശീലിച്ചതാണ്. അവിടം തൊട്ട് ഒരുപാട് കാര്യങ്ങൾ. പിന്നെ രസം പറഞ്ഞാൽ ആദ്യത്തെ ഒരു 6 മാസത്തോളം UK എന്നൊക്കെ ആരെങ്കിലും കോളൊന്നും എനിക്കൊന്നും മനസ്സിലാകത്തില്ല. അമേരിക്കൻ ഇംഗ്ലീഷ് പിന്നെയും നമുക്ക് എന്തിനു വേണ്ടി UK ഹൂട്ടാ വാട്ടാ ഓട്ടാ എന്തൊക്കെ പറയും. ഞാൻ എന്നിട്ട് അവസാനം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. വേറെ വഴിയില്ല. ഞാൻ വെച്ചാൽ 6 മാസത്തിനുള്ളിൽ എന്നെ പറഞ്ഞു വിടുന്നു ചോദിച്ചു. കാരണം നമ്മൾ മലയാളിയാണ്, നമുക്ക് ഒരുപാട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തൊരു സമയം ഉണ്ടായിരുന്നു. മലയാളം മാക്സിമം തമിഴ്നാട് ജോലി ചെയ്തുകൊണ്ട് തമിഴ്, അതിൽ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യം വരാത്ത സമയത്ത് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു വലിയ ലോകത്തിലേക്ക്, അത് പല ആക്സെൻറ്റുകളിൽ ചെന്ന് പെട്ടപ്പോൾ ഞാൻ വിദേശമാണ് തീർന്നു. എന്നെ സത്യം പറഞ്ഞാൽ കമ്പനി കുറ്റം പറയുന്നല്ല, ഒരു വ്യക്തിയാണ് പുള്ളി. എനിക്ക് മലയാളിയുടെ ആക്സെൻ്റ് ആയതുകൊണ്ട് ചില പാർട്ട്നേഴ്സിന് ഞാൻ പറയുന്ന മനസ്സിലാകുന്നില്ല എന്ന് പോലും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അന്നതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഒരു 4-5 വർഷത്തിന് ശേഷം ഞാനത് ഭയങ്കര അഭിമാനത്തോട് പറയാൻ തുടങ്ങി. യെസ്, ഐ എം എ മലയാളി, ദിസ് ഈസ് മൈ ആക്സെന്റ് ആൻഡ് ദിസ് ഈസ് ഹൗ ഐ വിൽ ബി സ്പീക്കിംഗ്. നിനക്ക് മനസ്സിലാക്കാമെങ്കിൽ മനസ്സിലാക്കാം. UK ഇംഗ്ലീഷ് പറയുമ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് മനസ്സിലാക്കുന്ന പോലെ ഞാൻ മലയാളം ആക്സെന്റിൽ പറയുമ്പോൾ യു ബെറ്റർ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ലേണിങ്സ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള കമ്പനികൾ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഷെയർ ദാറ്റ് വിത്ത് യുവർ നെക്സ്റ്റ് ജനറേഷൻ. ഒരുപാട് പ്രായമുണ്ട് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ദർ ഇസ് ഓൾവേസ് എ നെക്സ്റ്റ് ജനറേഷൻ, റൈറ്റ്? ഏത് കാര്യത്തിലും, ടെക്നോളജിയിലാണെങ്കിലും പ്രായത്തിലും ഒക്കെ.
സോ ഐ തോട്ട് പിന്നെ ദൈവമായിട്ട് സംസാരിക്കാൻ എന്തൊക്കെയോ കുറേ പരിപാടികൾ തന്നിട്ടുണ്ട് മുമ്പ് റേഡിയോയിലായിരുന്നപ്പോഴൊക്കെ സംസാരിക്കാൻ ഇഷ്ടമായതുകൊണ്ടും ഐ തിങ്ക് അധികം ബോറടിപ്പിക്കാത്ത പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നൊരു ഇതുണ്ട്. കമ്മ്യൂണിക്കേഷനിൽ ചാലഞ്ച് വന്നപ്പം എങ്ങനെ അത് ഓവർകം ചെയ്തത്? നമ്മൾ കഴിഞ്ഞ ദിവസം ഇരുന്ന് സംസാരിച്ച സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ഇപ്പം ഈ ഒരു മൊമെന്റിൽ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടായിട്ട് തോന്നുന്നു, നിങ്ങളെ ഞാൻ സംസാരിപ്പിക്കുന്നില്ല. പക്ഷെ സത്യമായിട്ടും മിണ്ടാതിരിക്കാൻ തന്നെയാണ് താല്പര്യം. ആദ്യത്തെ ഒരു 1.5 വർഷം മെറ്റയിൽ ഞാൻ മിണ്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. പേടി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ശരിയാവുമോ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ നോർത്തിലൊരു ഫ്രണ്ടിന് അവനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എടാ ഇത് ഇങ്ങനെ അല്ലേന്ന്. ആ വൃത്തിയോട്ടവൻ ചാടി എഴുന്നിട്ട് സാർ ഇത് ഇങ്ങനെ അല്ലേന്ന് ചോദിച്ചിട്ട് അവൻ പേരെടുത്തിട്ടുണ്ട്, വേറെ കാര്യം. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ഒരു കമ്മ്യൂണിക്കേഷനും ഓവർ കമ്മ്യൂണിക്കേഷൻ അല്ല എന്നുള്ളത്. ആ സമയത്ത് ChatGPT ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു അല്ലേ? അബ്സല്യൂട്ട്ലി. പിന്നെ ChatGPT വന്നതിന് ശേഷം പെർഫോമൻസ് റിവ്യൂ ഒക്കെ ഭയങ്കരമായിരുന്നു. ChatGPT എനിക്ക് എൻ്റെ ജീവിതം മൊത്തം ChatGPTക്ക് അറിയാം. പിന്നെ അതിൻ്റെ മെറ്റയായി വന്നു. പിന്നെ മെറ്റയിൽ ഇന്റേണലി നമുക്ക് അങ്ങനെ തന്നെ ഒരു ടൂൾ ഉണ്ട്. അപ്പം പിന്നെ നമ്മളുടെ പെർഫോമൻസ് റിവ്യൂവും പരിപാടികളും മെയിലും എല്ലാം മെറ്റ ഇന്റേണലി ഉള്ള നമ്മുടെ ടൂളിൽ തന്നെ നമുക്ക് കമ്പനി അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഭയങ്കര സുഖമാണ്. കാരണം നമ്മുടെ ഇന്റേണൽ എല്ലാ കാര്യങ്ങളും അറിയാം, ഡോക്യുമെന്റ്സ് അറിയാം, എന്തും അറിയാം. ഇപ്പം ഉദയ് എനിക്കൊരു മെയിൽ അയച്ചാൽ ഈ മെയിലിന് റിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ പുള്ളിക്ക് അറിയാം ഇതിന് മുമ്പ് അയച്ചതും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ. ChatGPT അന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ പണ്ടേ പുലികളായിരുന്നു. നമ്മുടെ ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ് സ്കൂളിൽ നമ്മൾ ഒരു പ്രോഗ്രാം മാത്രമാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. സെപ്റ്റംബറിലാണ് അതിൻ്റെ ആദ്യത്തെ ഇൻടേക്ക്. ഈ വർഷം നമുക്ക് ഒറ്റ ബാച്ച് മാത്രമേ ഉള്ളൂ, അഡ്വാൻസ്ഡ് മാർക്കറ്റിംഗ് മാനേജർ ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. ഒരുപാട് ഓൺടർപ്രണേഴ്സിനെ നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ കൂട്ടത്തിൽ കാണുന്നത് റോഷനാണ്. എങ്ങനെയായിരിക്കും മാർക്കറ്റിങ്ങും ഓൺടർപ്രണർഷിപ്പും കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാം കേരളത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നുണ്ടാവുക? നമ്മൾ ഈ ഒരു ഡിസ്കഷൻ ഞാൻ CDL നമ്മൾ പാർട്ടായിട്ട് വരുന്ന സമയം തൊട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നു. അപ്പോഴിപ്പോൾ മാർക്കറ്റിൽ ഞാൻ പൊതുവേ കാണുന്ന ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ പ്രശ്നം ഇവർക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒബ്വിയസ്ലി യെസ്, പക്ഷെ ഒരു ഡിജിറ്റലി നമ്മുടെ ഒരു ലീഡ്സ് എത്തി അത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കുറേ കോമ്പണൻസ് ഉണ്ടല്ലോ. ശരിക്കും അതിൽ ഇപ്പോൾ ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല ഒരു TV എങ്ങനെ യൂസ് ചെയ്യണം, ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഹോർഡിംഗ് സ്പേസ് എങ്ങനെ യൂസ് ചെയ്യണം, ഔട്ട്ഡോർ എങ്ങനെ സ്പെൻഡ് ചെയ്യണം. ഈവൻ ഒരു എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒട്ടുമിക്ക കമ്പനീസിന് ഒരു പ്രോപ്പർ മാർക്കറ്റിംഗ് ബജറ്റ് പോലും ഇല്ല. അവർക്ക് അറിയില്ല ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ തന്നെ ഇനീഷ്യലി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എഡ്ടെക് സെഗ്മെന്റിൽ ഇത് സെറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് എടുക്കാൻ റെഫറൻസ് ഇല്ല, ഒരു കോപ്പി പേസ്റ്റ് മെത്തേഡ് ഇല്ല, ഭയങ്കര പാടായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ ഈ കോഴ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ചില ആൾക്കാർക്ക് കുറച്ചുകൂടെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഒരു നമ്മുടെ CDM ബ്രാൻഡിലൂടെ പുറത്തോട്ട് വരുന്നു. പക്ഷെ ഒരു സീരിയസ് മാർക്കറ്റിംഗ് ജോബിലോട്ട് വിച്ച് ഇസ് എ വെരി ഫുൾ ടൈം ജോബ്. ഇത് ലൈക്ക് ഇപ്പൊ നിങ്ങൾ നമ്മുടെ ഇതിലെ പ്രൊഫൈലിൽ തന്നെ നമ്മളൊരു തൗസൻഡ്സ് ഓഫ് ക്രോസ് മാർക്കറ്റിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ കേരളത്തിൽ തന്നെ ഒരു 50 കോടിന് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇഷ്ടം പോലെ ബ്രാൻഡ്സ് ഉണ്ടല്ലോ. ഈ ഫുൾ ബ്രാൻഡിന്റെ ഇതിൽ ഡിജിറ്റൽ സെഗ്മെന്റ് മാറ്റിയാൽ, ഡിജിറ്റൽ സെഗ്മെന്റ് ഇസ് എ പാർട്ട്, അതിന്റെ പുറമെ ഒരു ബ്രാൻഡ് അംബാസിഡർ എങ്ങനെ കൊണ്ടുവരണം, ആരെ കൊണ്ടുവരണം, എപ്പോൾ കൊണ്ടുവരണം, അതിന്റെ ഒരു പ്ലേസിംഗ് എങ്ങനെ വേണം, എന്തിനു കൊണ്ടുവരണം, എത്ര പൈസ കൊടുത്ത് കൊണ്ടുവരാം, അതിനുള്ള പൈസ നമുക്ക് ഉണ്ടോ ഇല്ലയോ, TV-ലോട്ട് എത്ര പോകണം, ഇതിന്റെ ഒരു ROI എങ്ങനെ മെഷർ ചെയ്തിട്ട്. TV-യുടെ ഒക്കെ ഒരു ROI മെഷർമെന്റ് എന്നൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല. നമ്മൾ എങ്ങനെ ചെയ്യാം, നമുക്കൊരു പ്രോപ്പർ ഇംപ്രഷൻസ് ഒന്നും കിട്ടുന്നില്ലല്ലോ. ഹോർഡിങ്സ് എങ്ങനെ യൂസ് ചെയ്യാം. ഈ ഇപ്പൊ ഓണം വരാൻ പോവാ, ഇനി ഓണത്തിന് ഹോർഡിങ്സ് ഒക്കെ പോവുമല്ലോ, ഫുൾ ഇലക്ട്രോണിക്സ് ആവട്ടെ, ബാക്കിയുള്ള സാധനം. ഇതിന്റെ ഒരു സീരിയസ് ആയിട്ട് കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ട് പഠിക്കുന്ന ഒരു മെത്തേഡ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ വർക്ക് ചെയ്യുന്ന എല്ലാ മാർക്കറ്റിംഗ് ടീം ആവട്ടെ, വയ ഓണ്ടർപ്രണേഴ്സ് ആവട്ടെ, ഇവർക്കും ഭയങ്കര ക്ലാരിറ്റി കുറവ്. ദേ റിയലി വാണ്ട് ടു ലേൺ ദിസ്, പക്ഷെ ദേ ഡോണ്ട് ഹാവ് എ പ്ലേസ് ടു ലേൺ ദിസ്. അതായിരിക്കും ഞാൻ എൻ്റെ ഒരു ഓണ്ടർപ്രണർ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ മാർക്കറ്റിൽ ഫില്ല് ചെയ്യുന്ന ഏറ്റവും വലിയ ഗ്യാപ്പ് ആയിരിക്കും ആ ഒരു ഗ്യാപ്പ്. ഇറ്റ്സ് എ 360-degree അപ്രോച്ച്. നമ്മളൊരു AOP ഇത് മനസ്സിലാക്കാന്ന് പറയുന്നത് തന്നെ, ഞാനൊരു 10 വർഷത്തെ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തപ്പോൾ ഞാനും അസ്ലമൊക്കെ പല ബ്രാൻഡുകളുടെ കൂടി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏജൻസി എന്ന രീതിയിലാണ് അവരുടെ കൂടെ മാർക്കറ്റിങ്ങിൽ അവരെ സഹായിക്കാൻ വേണ്ടി പോകുന്നത്. അവരുടെ ഒരു ബഡ്ജറ്റ് പ്ലാനും കാര്യങ്ങളും, അല്ലെങ്കിൽ അതൊരു നല്ല ഫിനാൻസ് ടീമോ അല്ലെങ്കിൽ കൺസൾട്ടൻസിയോ ഒക്കെ ഒരു AOP ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഇത് മീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഏജൻസീസോ അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിങ്ങിൽ ഇപ്പോൾ പുറത്തോട്ട് വരുന്നൊരു HR പൊട്ടൻഷ്യലൊക്കെ ഉണ്ടല്ലോ. അത് MBA കഴിഞ്ഞവരായിക്കോട്ടെ അല്ലെങ്കിൽ BBA കഴിഞ്ഞവരായിക്കോട്ടെ, ബിസിനസ്സൊക്കെ പഠിച്ച് സ്കൂൾ ക്യാമ്പസിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ പുറത്ത് വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഒരു വലിയ ഗ്യാപ്പില്ലേ? അതായത് പ്രാക്ടിക്കൽ നോളജ് അവർക്ക് എത്രത്തോളം കിട്ടുന്നു എന്നുള്ളതും ഇവർക്കിത് മനസ്സിലാവില്ല. നമ്മൾ എത്ര പറഞ്ഞാലും ഈ കമ്പനിയുടെ എൻഡ് ഓഫ് ദി ഡേ ഓരോ കമ്പനിക്ക് ഓരോ ഗോൾ ഉണ്ട്. ഒന്നുകിൽ ചിലപ്പോൾ
ഒബ്വിയസ്ലി പ്രോഫിറ്റ് മേക്കിംഗ്, എല്ലാ കമ്പനിയും പ്രോഫിറ്റ് ഏൺ ചെയ്യാണ്ടൊന്നും ഇത് കൊണ്ടുപോകാനൊന്നും പറ്റില്ല പ്രാക്ടിക്കലി. ഇത് NGO കോൺസെപ്റ്റിലല്ലല്ലോ പോകുന്നത്. അപ്പോൾ ഈ നമ്മളെപ്പോൾ ഏതൊരു മാർക്കറ്റിംഗ് ഏജൻസി റിവ്യൂ ആട്ടെ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഇപ്പോൾ ക്വാർട്ടർ കഴിഞ്ഞു, ഇപ്പോൾ ക്വാർട്ടർ കഴിഞ്ഞിട്ടുള്ള ക്വാർട്ടർ 1 റിവ്യൂ നമ്മൾ മൾട്ടിപ്പിൾ ബ്രാൻഡ് അല്ലെങ്കിൽ ബ്രാൻഡായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ആൾക്കാരെ എടുക്കുമ്പോൾ മാർക്കറ്റിംഗ് ടീമിൻ്റെ റിവ്യൂ എടുക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതും ഇവർ പറയുന്നതും രണ്ടാണ്. ഇത് രണ്ടും ഒരു തരത്തിൽ മാച്ച് ആവില്ല. ഇവർക്കിത് മനസ്സിലായി, ഇവർ പറയുന്നത് ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ, ഇങ്ങനെ വരുള്ളൂ. അപ്പം നമ്മളവിടെ ഓവർ സ്പെൻഡ് എങ്ങനെയാണ്, അത് വന്നാലേ വിസിബിലിറ്റി, കുറേ ന്യായങ്ങളൊക്കെ പറഞ്ഞ് ഒരു 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 മേഘങ്ങൾ ഉണ്ടാക്കി വെക്കും. ക്ലാരിറ്റി ഇല്ല, ഭയങ്കര ക്ലാരിറ്റി കുറവാണ്. എല്ലാം ക്ലൗഡിലാണ് പറയാം. ക്ലൗഡാണ് മൊത്തത്തിൽ. അപ്പൊ ഇതിലൂടെ കിട്ടുന്നത് ഇവിടെ ഇപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു എന്റർപ്രണറും ഒരു ഫിനാൻസ് സെഗ്മെന്റും, ഫിനാൻസ് അതിന്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് വരുന്ന ഫിനാൻസ് ആവട്ടെ, ഒരു മാർക്കറ്റിംഗ് ആൻഡ് ക്രിയേറ്റീവ് ടീം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് സെയിം ആയാൽ തന്നെ ഇവിടുത്തെ പകുതിയിലധികം പ്രശ്നങ്ങളും സോർട്ട് ആവും. അത് സെയിം ആവുന്ന പണികൾ നമ്മൾ ചെയ്യില്ലേ മെർ സർ പുതിയ നമ്മുടെ ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ് സ്കൂൾ പ്രോഗ്രാമിൽ? ഓഫ് കോഴ്സ് അവിടെയാണ് നമ്മൾ ഒരു മാർക്കറ്റിൽ എന്താ പറയുക മിസ്സാവുന്ന ഒരു പോയിന്റ് ഇപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് ആ രീതിയിലാണ്. ഒബ്വിയസ്ലി നമ്മളെ കൂടെ നല്ല റിസോഴ്സസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പോയിന്റ് കിട്ടിയതും. ബ്രാൻഡ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഇങ്ങനെയുള്ള ഒരു പൊസിഷനിലേക്ക് മിസ്സിംഗ് പൊസിഷൻസിലേക്ക് വാല്യൂഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഇറക്കുക എന്നുള്ളൊരു മെയിൻ ഉദ്ദേശമാണ്. ഇതിൽ ശരിക്കും നമ്മുടെ റിസോഴ്സസ് ഇപ്പോൾ ഈ കൂടിയിരിക്കുന്ന മുഴുവൻ ആൾക്കാരും CDയുടെ മാനേജ്മെന്റിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇനിയും നമ്മുടെ ഒരു ലീഡർഷിപ്പ് ഒരു 200ഓളം ടീം സ്ട്രെങ്ത്തിലേക്ക് നമ്മൾ എത്തി. കഴിഞ്ഞൊരു 6 വർഷം CDA ഇൻഡസ്ട്രിയിൽ ഒരു 3000ഓളം ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ പുറത്തു വിട്ടു. അവരും പല കമ്പനീസിലും 1, 2, 3, 4, 5 വർഷമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആ റിക്രൂട്ടേഴ്സിനെയും നമ്മൾ കേൾക്കുന്നു. അവരുടെ പ്രോജക്ട്സിൽ, അവരുടെ ബിസിനസ്സിൽ എന്താണ് CDA അംബാസിഡേഴ്സ്, ലൈഫ് ആഫ്റ്റർ CDA നമ്മൾ വളരെ സൂക്ഷിച്ച് നോക്കുന്ന ഒന്നാണ്. ഈ ലേണിങ്സ് ഒക്കെയും എടുത്തുകൊണ്ട് ഇപ്പം നമ്മുടെ കൂടെ കോഫൗണ്ടറായിട്ട് ജിനു ജോയിൻ ചെയ്യുന്നു, റോഷാൻ ഭായ് ജോയിൻ ചെയ്യുന്നു, ധനുബേട്ടൻ BFX ഒക്കെ കഴിഞ്ഞ് മുംബൈയിൽ നിന്ന് ലൈഫ് ഓഫ് പൈലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരാണ്. വലിയൊരു ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിനോടൊപ്പം ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ് സ്കൂളിൽ നിന്ന് നമ്മൾ അസ്ലമിന് കൊടുത്തിരിക്കുന്നത് 100 വർഷം പഴക്കം ചെന്നൊരു പ്രോപ്പർട്ടിയാണ്, ബിൽഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ റിസ്ക് ആളെടുത്ത് 1 വർഷത്തോളം ആവാറായി. ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് വരുന്നത്. എന്തൊക്കെയാണ് ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ് സ്കൂളിലൊരു ഇൻഫ്രാസ്ട്രക്ചറിൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്? സർപ്രൈസസ് അല്ല, ഇനി സർപ്രൈസ് ഇല്ലെന്ന് ഞാൻ പറയുന്നത്. കാര്യം സമയമായിരിക്കുന്നു. നമ്മളൊരു 10 മാസം ഇതിൻ്റെ എല്ലാ സർപ്രൈസും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്തു. ഇത് സമയമായി പുറത്തു പറയാൻ. ആബ്സല്യൂട്ട്ലി. നോർമലി നമ്മളൊരു ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നമ്മളൊരു സ്പേസ് സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചാലഞ്ചസ് ഇപ്പം ഈ സ്റ്റേജിൽ വെച്ച് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. ബിക്കോസ് ഇറ്റ്സ് എ പ്ലഗ് ആൻഡ് പ്ലേ സ്പേസ് പോലെയാണ് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത്. നമ്മളൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഇതെന്ന് പറഞ്ഞാല് ഒരു സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ ഒരു പ്രോപ്പർട്ടി നമ്മൾ മീൻസ് റീഫർബിഷ് ചെയ്യാം. ശരിക്കും August 15th കൊടി ഉയർത്താൻ പറ്റിയ സ്ഥലമാണ്. അപ്പൊ നമുക്ക് സ്ട്രക്ചർ മുതൽ നമുക്ക് റീഫർബിഷ് ചെയ്ത് വരേണ്ടത് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു നമ്മളൊരു അറൌണ്ട് 1 year ആയി നമ്മൾ ഇതിന്റെ റീഫർബിഷ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. നമ്മൾ ഒരു ദിവസം പോലും വർക്ക് സ്ലോ ആയിട്ടില്ല. എല്ലാ ദിവസവും വർക്ക് നടക്കുന്നുണ്ട്. ബട്ട് 9 months 10 months ആയി നമ്മൾ ഓൾമോസ്റ്റ് ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കംപ്ലീറ്റഡ് ആയി. ഇപ്പോൾ 95-99% സെപ്റ്റംബറിൽ ആദ്യ ബാച്ച് ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ് സ്കൂളിൽ വരും. ഇപ്പൊ ട്രയലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മളിപ്പോ നമ്മുടെ സ്ഥിരമായിട്ടൊരു അക്കാഡമി കോൺസെപ്റ്റിൽ എപ്പോഴും ഒരു ബിൽഡിങ്ങിന്റെ നല്ല ലിഫ്റ്റ് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ചെയ്യുന്ന റീസണസ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു 3 months 4 months ഒക്കെ എടുക്കാറുള്ളൂ പൊതുവെ ഇന്റീരിയർ വർക്ക്. കാരണം എക്സ്റ്റീരിയറിൽ അധികം പണി വരുന്നില്ല. നമ്മുടെ ഒരു സൈനേജ് കിട്ടുകഴിഞ്ഞാൽ തന്നെ ഇന്ത്യ എക്സ്റ്റീരിയർ സോർട്ട് ആയാലോ. അപ്പൊ നമ്മൾ ഇതുപോലത്തെ ഒരു പഴയ ബിൽഡിംഗ് ഐഡന്റിഫൈ ചെയ്ത് അതും ഓൾറെഡി ഉള്ള ക്യാമ്പസിന്റെ തൊട്ടിപ്പുറത്ത് പ്ലേസ് ചെയ്യുന്നു. അത് ഗ്രൗണ്ട് തൊട്ട് സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ചെറിയ തലവേദന അല്ലല്ലോ. ഇത് അത്ര വർഷം പഴക്കമുണ്ട്. ഇതിന് സ്റ്റെബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ ഓടിച്ചാടുന്ന സ്പേസ് ആണ്. അത്രയും റിസ്ക് എടുത്ത് നമ്മൾ ചെയ്യുന്നതിൻ്റെ നിങ്ങൾ കാണുന്ന ഒരു പ്രധാന ഇതെന്താ? ഞാനത് അസ്ലമോ അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി സംസാരിക്കുമ്പോൾ ഒക്കെ നമ്മുടെ മുന്നിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് കോഴിക്കോട് അല്ലെങ്കിൽ കൊച്ചിയിൽ, തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ഇനി മുംബൈയിലൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങൾ ഒരുപാട് ഒഴിഞ്ഞിടപ്പുണ്ട്. അതിൻ്റെ ഒക്കെ ഫുൾ ബിൽഡിംഗ് നമുക്ക് റെൻറ്റിന് കിട്ടും, അല്ലെങ്കിൽ ലീസ് എടുക്കാം, ഫ്ലോറുകൾ ഒഴിഞ്ഞു കിട്ടും, ഒക്കെ ചെയ്യും. 1 among many ആയിട്ട് ഇനിയും ഒരു അനദർ അക്കാഡമി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റ് ചെയ്യുന്നതിൽ ഒരു ത്രില്ലില്ല. അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പിന്നെ വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്
അങ്ങനെ ഒരു ഹെറിറ്റേജ് പ്രോപ്പർട്ടി എടുക്കാനുള്ള ചങ്കൂറ്റം നമ്മൾ പാർട്ട്നേഴ്സ് കാണിച്ചതും അതിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഹെറിറ്റേജ് തീം ആർക്കിടെക്ചർ ആ തീമിൽ തന്നെ അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊണ്ടുപോകുന്നതിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന ഒരു ബോൾഡായിട്ടുള്ള തീരുമാനം തന്നെയാണ് ഇന്ന് അത് ഓപ്പൺ ചെയ്തതിന് മുന്നേ തന്നെ ജിനു നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതും അല്ലെങ്കിൽ നമ്മൾ ബ്രാൻഡ് സ്വാമി ആവട്ടെ നമ്മൾ മറ്റു ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു കോൺസെപ്റ്റ് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആർക്കിടെക്ചറും സാധനങ്ങളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മളത് ബിൽഡ് ചെയ്യുന്ന രൂപത്തിലേക്ക് പോകുന്നത്. പിന്നെ ഒരു സ്പേസ് ഇൻഫ്രാസ്ട്രക്ചർ വല്ലാതെ ഒരു മനുഷ്യനെ ഇൻസ്പയർ ചെയ്യും. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ലേണേഴ്സ് ഇന്റർനാഷണൽ ലെവലിൽ ഒരു ഗ്ലോബൽ സിറ്റിസൺ ആയിട്ട് ബ്രാൻഡുകളുടെ കൂടെ ബിസിനസ്സുകളിലൂടെ പോകണം എന്നുള്ളതാണ്. അങ്ങനെ ആലോചിച്ചിട്ട് മാത്രം കാര്യമില്ല. ആ രീതിയിലേക്ക് അവരെ എലിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ നമുക്ക് ആ ഒരു ലെവലിലേക്ക് നമ്മളെ കുട്ടികളെ അല്ലെങ്കിൽ ലേണേഴ്സിനെ എത്തിക്കാൻ കഴിയും. കുട്ടികളെ വിളിക്കാൻ പറ്റില്ല, കാര്യം ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജർ പറ്റുകയാണെങ്കിൽ ഞാനും ഒരു അഡ്മിഷൻ ഇതിൽ എടുക്കണമെന്ന് വിചാരിക്കുകയാണ്. ജിയോയുടെയും ബ്രാൻഡ് സാമിയുടെയും അതുപോലെ തന്നെ മറ്റു പല പ്ലാറ്റ്ഫോംസിൽ നിന്നും ആളുകൾ നമ്മുടെ അടുത്തോട്ട് വരുമ്പം ശരിക്കും നമുക്കൊന്നും ആ അവസരം കിട്ടിയിട്ടില്ലല്ലോ. നമ്മളൊക്കെ പഠിച്ചതും അല്ലെങ്കിൽ നമ്മളൊക്കെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതൊക്കെ ഒരുപാട് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലും എക്സ്പെരിമെന്റ് ചെയ്തിട്ടും കണ്ടിന്യൂസ്ലി ആയിട്ട് നമ്മൾ ലേൺ ചെയ്തിട്ടുമാണ്. അങ്ങനെ ഒരാളുടെ ശിഷ്യത്വമൊക്കെ സ്വീകരിക്കാൻ ഇതിന്റെ ഒരു പാർട്ടായിട്ട് അല്ല ഇതിന്റെ പാർട്ടായിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം നമ്മൾ ഈ സ്പേസ് ഐഡന്റിഫൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവർ രണ്ടുപേരും കൂടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. പുതിയ സ്പേസ് എന്ന് പറയും 2024-25 എന്നൊക്കെ പറഞ്ഞു. അതിന് DP എന്താ വെച്ചത്, ഒരു സൈക്കിള്, അതായത് ഇവരുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു സൈക്കിൾ ഓടിക്കാൻ പറ്റിയ ഒരു ക്യാമ്പസ് ബിൽഡ് ചെയ്യാന്നുള്ളത്. അങ്ങനെയുള്ള ക്യാമ്പസുകളിൽ സൈക്കിൾ ഓടിച്ചിട്ടുണ്ട് ഞാൻ. ശരിക്കും ഈ വേൾഡ്സ് ബെസ്റ്റ് ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ് സ്കൂളും നമ്മൾ പറയുമ്പം അത് കാലിക്കറ്റ് ആണുള്ള മെയിൻ റീസണിലൊന്ന് ഞാനത് പിന്നെയാണ് അറിഞ്ഞത്. നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ അത് ആഡ് ചെയ്തതിന് ശേഷമാണ് ഞാനത് മനസ്സിലാക്കിയത്. യുനെസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്തത് കോഴിക്കോടാണ്. അപ്പോൾ അതിലും നല്ലൊരു സ്ഥലമില്ല ഈ പറയുന്ന ഒരു ഹെറിറ്റേജ് പ്രോപ്പർട്ടിയും. ഈ പിന്നെ അവിടെ ഞാൻ വരാനുള്ള ഏറ്റവും വലിയ കാരണം ഒരു പേടിയും പേടിക്കണ്ട. കാരണം അവിടെ ഇരിക്കുന്ന ഓരോ പില്ലർ പറയുന്നത് 1940 പറഞ്ഞാലും ഇപ്പം അവിടെ ഇരിക്കുന്ന ഓരോ പില്ലറിൻ്റെയും സ്ട്രെങ്ത് എന്ന് പറയുന്നത് നല്ല കാര്യരമ്പിൻ്റെ ശക്തിയുള്ള ഒരു രക്ഷയില്ലാത്ത സ്പേസാണ്. അവിടെ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും വന്നാലും അവിടെ നിന്ന് വന്ന് ആ സ്പേസ് കാണാനുള്ള ഒരു ഭംഗിയുണ്ട്. അതിൻ്റെ ഒരു റസ്റ്റിക് ഫീലും. എനിക്ക് അതിൻ്റെ ആദ്യം നമ്മൾ ആ ഒരു റെഫറൻസും കാര്യങ്ങളും വന്നപ്പോൾ തന്നെ ഏറ്റവും ഇഷ്ടം ആ കഫേയാണ്. ആ കഫേയിൽ ഇതിലും നല്ല കഫേ എന്ന് എനിക്ക് പറയാമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതൊരു ഫീൽ തന്നെയാണ് അതിനകത്ത് പോകുന്നത്. പിന്നെ നേരെ സൈക്കിൾ ഓടിക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ലിറ്ററലി സത്യമാണ്. അതിനകത്തൂടെ സൈക്കിൾ ഓടിച്ച് അങ്ങോട്ട് നമ്മളിപ്പോൾ ഈ മറ്റേ ഈ സ്പോർട്സ് വലിയ സ്റ്റോപ്പിലൊക്കെ പോകുമ്പോൾ നമ്മൾ സൈക്കിൾ ഓടിച്ച് പിള്ളേർ നടക്കുന്നത് പോലെ ഇതിനകത്ത് സൈക്കിൾ ഓടിക്കാൻ പറ്റും. ഇതേ ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു കുറച്ചുകൂടെ വലിയ എക്സ്പാൻഡ് ഫോമാണ് ശരിക്കും മെറ്റലിലുള്ള ഓഫീസ് എല്ലാം. ഏറ്റവും രസം നമ്മുടെ അവിടെ ഫുൾ വൈറ്റ് ടേബിൾസും ചെയർസും മാത്രമേ ഉള്ളൂ, ക്യാബിൻസ് ഇല്ല. ഇപ്പോൾ അത് മാനേജർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും വെരി ഗുഡ് എക്സാക്ട്ലി. അത് ക്യാബിൻ ഉണ്ടെങ്കിൽ സൈക്കിൾ ഓടിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. മാർക്ക് സക്കർബർഗ് പോലും അതേ വെള്ള ടേബിളിൽ അതേ ചെയറിലിരിക്കുന്നു. എൻ്റെ ഭാഗ്യമായിരുന്നു അതേ ചെയർ അതേ ടേബിൾ തന്നെയാണ് ഹൈദരാബാദ് ഓഫീസിലും ഉണ്ടായിരുന്നത്. അതേ കമ്പനിയുടെ അതേ ചെയർ അതേ ടേബിൾ. ആ ടേബിളിലും ആ ചെയറിൽ ഇരിക്കാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമാണ്. അപ്പം ആ ഒരു കൾച്ചർ നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ ഇവിടെ വരുന്ന ഈ പ്രോഗ്രാമിൽ ചേരുന്നവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ നല്ലതാണ്. കാരണം ഇവിടുന്ന് ഇനിയും പോകുന്നത് ചിലപ്പോൾ കേരളത്തിൽ തന്നെ ഒരു കമ്പനിയിലേക്ക് ആയിരിക്കില്ല. പലരും ഇവിടുന്ന് പോകുന്നത് ലോകത്തിന്റെ പല ഭാഗത്തേക്കായിരിക്കും. അത്രയ്ക്കും സ്ട്രെങ്ത് ഉള്ള അത്രയ്ക്കും പൊട്ടൻഷ്യൽ ഉള്ള ഒരു കാര്യമാണ് അവിടെ വന്നിട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. പഠിക്കുക എന്നതിലുപരിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നല്ല കൾച്ചറുകളുണ്ട്. അതൊക്കെ ചിലപ്പം ഞാൻ പറഞ്ഞ എല്ലാവരെയും ബോറടിപ്പിച്ച് ഞങ്ങൾ ബോറടിക്കാൻ റെഡിയാണെന്ന്. നമ്മളിപ്പോൾ മാർക്കറ്റിങ്ങിന്റെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഒരു ക്രിയേറ്റർ സൈഡ് കൂടെ വരുന്നുണ്ട്. ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സിന്റെ കോഴ്സ് മാത്രമാണ് നമ്മൾ AMME എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ക്രിയേറ്റേഴ്സിന്റെ ഒരു കോഴ്സും കൂടെ അവിടെ ഉണ്ട്. യെസ്. ഇപ്പോൾ ക്രിയേറ്റേഴ്സിൻ്റെ കോഴ്സിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് വീഡിയോ മാസ്റ്ററി എന്ന് പറഞ്ഞൊരു കോഴ്സും അതുപോലെ UI UX 2 കോഴ്സാണ് മെയിനായിട്ട് വരുന്നത്. പക്ഷെ അതിൽ ഞാൻ നോക്കുന്നത് കോഴ്സ് എന്നുള്ള രീതിയിലല്ല. ശരിക്കും നമ്മളൊരു എന്തൊരു പ്രോഡക്റ്റോ എന്ത് കാര്യമാണെങ്കിലും ഒരു എൻഡ് യൂസർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതൊരു ഡിസൈനിലൂടെ അല്ലെങ്കിൽ ഒരു വീഡിയോയിലൂടെയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ ഇൻസ്റ്റാഗ്രാം നോക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കോഡല്ല കാണുന്നത്, അതിൻ്റെ UI ആണ് കാണുന്നത്. അപ്പോൾ ഒരു ഡിസൈനിന് ഒരു ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഭയങ്കര ഇതാണ്. കാരണം ഇനി ഫ്യൂച്ചറിലേക്ക് അങ്ങോട്ടും വീഡിയോസും ഡിസൈൻസിൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് കൂടി വരും. അതില്ലാണ്ടൊന്നും ഇല്ല. അപ്പോൾ അത് ബെസ്റ്റായിട്ട് എങ്ങനെ എത്തിക്കാം, അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെ കുട്ടികളെ അല്ലെങ്കിൽ ലേണേഴ്സിന് എങ്ങനെ അത് നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു പ്രൈമറി ആയിട്ടുള്ളൊരു തോട്ട് വന്നത്. പിന്നെ അതിൻ്റെ അതിന് ബാക്കിൽ കുറച്ചും കൂടെ ഒന്ന്
അത് സ്ട്രോങ് ആക്കി നിർത്തിയ തന്നെ നമ്മളിപ്പം നമ്മളെ ഏജൻസിയിലേക്ക് ഹയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന പ്രൊഫൈൽസിൽ ടൂൾസ് അറിയാം എല്ലാവർക്കും, പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റി മിസ്സിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഞാനാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യുക വരുന്ന റെസ്യൂമേഴ്സ്. അപ്പം ടൂൾസ് ഉണ്ടാവും, അവരുടെ റെസ്യൂമേഴ്സിലൊക്കെ ടൂൾസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. വീഡിയോ ആണെങ്കിലും ചെക്ക് ചെയ്യുമ്പം ടെക്നിക്കൽ സൈഡ് ഓക്കെയാണ്, പക്ഷേ വിഷ്വലി ഒരു ലുക്ക് ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഡിസൈൻ ആണ് അവിടെ വരേണ്ടത്. ഇപ്പം അതിലിപ്പം ഒരു ടൂൾസ് പഠിച്ച് പോയിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ മസ്റ്റായിട്ട് നമ്മൾ ലേൺ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതാണ് അതിലൊരു വിഷ്വൽ ഭംഗി കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. അപ്പോൾ അത് പല അതിലും മിസ്സിങ് ആയിരുന്നു ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു കോഴ്സ് ശരിക്കും വേണം. ഇപ്പോൾ വീഡിയോൻ്റെ കോഴ്സിലാണെങ്കിലും നമ്മൾ ഡിസൈൻ പഠിപ്പിക്കുന്നുണ്ട്. കാരണം വെറുതെ ഒരു ടൂളോ ടെക്നിക്കോ പഠിച്ച് പോയിട്ട് കാര്യമില്ല. അവിടെ ഒരു വിഷ്വൽ ലുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് അറിയേണ്ട ഡിസൈൻ പ്രിൻസിപ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയായിരുന്നു ഈ ഒരു കോഴ്സ് നിർബന്ധമായത് നമുക്ക് വേണം എന്നുള്ള രീതിയിലേക്ക്. ആ വിഷൻ ഉദ്ദേശിക്ക ഓൾറെഡി മുന്നേ കണ്ട് ഇപ്പം കൊച്ചിയിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാം ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ് റൂൾ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അല്ല, അത് നമ്മുടെ ഏത് ബിസിനസ്സിൻ്റെ ആയിട്ട് അല്ലെങ്കിൽ ഏത് ഒരു നമ്മുടെ ഉള്ളിലുള്ളൊരു കോൺസെപ്റ്റ് അത് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നത് ഒരു വിഷ്വൽ എഡിറ്റ് ഡിസൈനോ അല്ലെങ്കിൽ അതിന് വിഷ്വലൈസ് ചെയ്യുന്നതിലൂടെയാണ് അല്ലേ. ഈ ടൂളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, പണ്ട് ഞാനും ഫോട്ടോഷോപ്പൊക്കെ ടൂളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അത് വെച്ചൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. എനിക്ക് എന്ത് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നതാണ് ഈ ഡിസൈനേഴ്സ് വീഡിയോ എഡിറ്റേഴ്സൊക്കെ അത്യാവശ്യം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം ബിസിയാണ്, ഇവർക്കൊക്കെ ഓവർലോഡാണ്, ഇവരുടെയൊക്കെ പിന്നെ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഇവരൊക്കെയും സമയത്തിന് തീർക്കാൻ പറ്റാത്ത പോകണം. ഞാനത് മനസ്സിലാക്കുന്നത് ഒന്ന് ഇവരുടെ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഇവർക്ക് വരുന്ന ഇവരുടെ നീഡ് വളരെ കൂടുതലാണ് മാർക്കറ്റിൽ. അത് ഫുൾഫിൽ ചെയ്യാൻ മാത്രമുള്ള ആർട്ടിസ്റ്റുകളോ ഡിസൈനേഴ്സോ വീഡിയോ എഡിറ്റേഴ്സോ സിനിമാറ്റോഗ്രാഫേഴ്സോ പുറത്തോട്ടേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ ഹയറിങ്ങിൽ നമ്മൾ കാണാറുണ്ട്. ഒരു പരിധിവരെ AI ടൂൾസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഇച്ചിരി നമ്മൾ ഇത്തരം കാര്യങ്ങൾ പുറകോട്ടാണെങ്കിൽ പോലും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അതിൻ്റെ ഒരു ഡിമാൻഡ് മീറ്റ് ചെയ്യുന്ന അത്രയും ആ ഒരു സപ്ലൈ നമുക്ക് നമ്മുടെ ടിപ്പിക്കൽ സ്കൂൾ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും പുറത്തോട്ടേക്ക് വരാത്തത് തന്നെയാണ് ധനുവേട്ടനും ടീമും അഡ്രസ്സ് ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ചതൊക്കെ മുംബൈയിലൊക്കെ? മുംബൈയിൽ വർക്ക് ചെയ്തു, ഹോളിവുഡ് മൂവീസിലൊക്കെ വർക്ക് ചെയ്തു. ദെൻ അപ്ലൈ ഉള്ള ആഗ്രഹമാണ് നാട്ടിൽ എന്തെങ്കിലും തുടങ്ങണമെന്ന്. അന്ന് സ്റ്റുഡിയോ തുടങ്ങാൻ വേണ്ടിയിട്ട് അവിടുന്ന് ജോബ് റിസൈൻ ചെയ്ത് വന്നാൽ ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫോട്ടോഗ്രാഫി. 2013 അപ്പം ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാനപ്പോ 8-ലോ ഞാൻ കണ്ടിട്ടുണ്ട് അതിലെ അല്ലല്ല, നോട്ട് ദ പോയിന്റ്. നമ്മളിപ്പോൾ കോണ്ടന്റ് മാനുഫാക്ചറിങ് കമ്പനി ചെയ്തു, നമ്മളൊരു സ്റ്റുഡിയോ സ്പേസ് ഈ ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റ് സ്കൂളിലും ഉണ്ട്, പോഡ്കാസ്റ്റും പേരുടെ ഒക്കെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ധനൂപ് എങ്ങാനും 2013 അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ധനൂപ് ഇതിനേക്കാൾ വലിയ പൊസിഷനിലേക്ക് എത്തിക്കാണും എന്നുള്ളതാണ്. ബട്ട് 2019 നമുക്ക് കോർപ്പറേറ്റും നമ്മുടെ ഓർഗനൈസേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏർലി അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റീസുകൾ എത്രയും വർഷക്കാലം ധനുവേട്ടം മിസ്സായി. പക്ഷെ അന്ന് എനിക്ക് ഇതുപോലെ പാർട്ട്നേഴ്സിന് കിട്ടിയില്ല സത്യം. ഇതെങ്ങനെയാ ഇന്നലെ രാത്രി ഡിസൈഡ് ചെയ്തോ അതോ? അല്ല, ഞാൻ ശരിക്കും ഒരാളുണ്ടായിരുന്നു കൂടെ തുടങ്ങിയതിലാണ് വന്നത്, പക്ഷെ പകുതി എത്തിയപ്പോൾ ആള് ബാക്ക് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഇല്ല. പിന്നെ ഞാൻ നേരെ ഒരു IT കമ്പനിയിൽ ജോയിൻ ചെയ്തു. പിന്നെ അവിടെ നിന്നാണ് ഇയാളെ പരിചയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ധനുവേട്ടനെ പുള്ളി ഇതിന് കംപ്ലീറ്റ് ഇതും എൻ്റെ തന്നെ, അതായത് ലൈക്ക് ഒരു ചായ കുടിക്കുന്നതിന്റെ ഐഡിയാസ് പറയും. അപ്പോൾ ഇയാളുടെ ഐഡിയാസ് പറയും. അപ്പോഴാണ് ഉദയ്ഫ് നമ്മളെല്ലാവരും ഒരുമിച്ച് കണക്ട് ചെയ്തു. അത് തന്നെയല്ലേ ഇപ്പം ജിനു ആണെങ്കിലും ആ കോർപ്പറേറ്റ് ലൈഫ് നാട്ടിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു ടൈമും അതിൻ്റെ ഒരു സമയമൊക്കെ അനുയോജ്യമായി വന്നത് ഒരു വളരെ കോയിൻസിഡൻസ് ആയിട്ടാണെന്നുള്ളതാണ്. ഈ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും കണക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ചായയും ബിരിയാണി ഫുഡാണ് അതുകൊണ്ട് കോഴിക്കോടാണ് കറക്റ്റ് ലൊക്കേഷൻ. എക്സാക്ട്ലി. ഇതിനകത്തെ ഞാൻ നമ്മുടെ ഈ ഒരു ഇതിൽ മാർക്കറ്റിംഗ് മാനേജർ, പെർഫോമൻസ് ലീഡ്, ഡയറക്ടർ ഓഫ് മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ്, ബ്രാൻഡ് മാനേജർ, ഓൺട്രപ്രനോർ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ്, ഇ-കൊമേഴ്സ് മാനേജർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ, ഇതിൽ ഏതോ അല്ലെങ്കിൽ ഇത് എല്ലാം 10 മാസത്തെ കോഴ്സിൽ ആകാൻ സാധിക്കുമെന്ന് തന്നെയല്ലേ നമ്മൾ പറയുന്നത്? തീർച്ചയായിട്ടും. അതിനൊന്ന് എലോബറേറ്റ് ചെയ്യാൻ പറ്റുമോ? കാരണം ഇത് പലതും എന്താണെന്ന് ഒരു പക്ഷേ എല്ലാവർക്കും ഒറ്റയടിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് എഴുതി വെക്കാം എന്നുള്ളതല്ലാതെ നമ്മൾ സാധാരണ CDയുടെ ഒരു 3 മാസത്തെ കോഴ്സൊക്കെ കഴിഞ്ഞ് പുറത്തു പോകുന്ന ആളൊരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഏജൻസിയുടെ കൂടെ വർക്ക് ചെയ്യുന്നു. അവിടെ ഒരു വർഷം ഒരു സീസൺ മുഴുവൻ ബിസിനസ്സുകളെ മാനേജ് ചെയ്ത് അപ്പോഴാണ് അയാളുടെ ഒരു മൈൻഡ് സെറ്റും അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ നല്ല വ്യത്യാസം വരുന്നത്, റിയലൈസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ. ദെൻ ആൾ പിന്നീടുള്ള വർഷമായിരിക്കും
ബ്രാൻഡുകളുടെ ബിസിനസ്സുകളുടെ ഗ്രോത്തിൽ നല്ല രീതിയിൽ മാറ്റം വരുന്ന രീതിയിൽ അയാൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവാം. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പൊസിഷനിലോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പൊസിഷനിലൊക്കെ ജോയിൻ ചെയ്ത് പതുക്കെ അദ്ദേഹത്തിൻ്റെ നീഷൊക്കെ ബിൽഡ് ചെയ്ത് ഒരു 2-3 വർഷം കൊണ്ട് ഒരാൾ മാറുന്ന അല്ലെങ്കിൽ അയാളുടെ കരിയറിൽ ഉണ്ടാക്കുന്ന ഒരു ചേഞ്ചാണ് നമ്മൾ 10 മാസം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് പോസിബിൾ ആവുന്നത് 20 വർഷമായിട്ട് ജിനു മീഡിയ ഫീൽഡിലുണ്ട്. റേഡിയോ FM എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാം. ബ്രാൻഡുകളുടെ പേരുകൾ ഒരാളുടെ കാതിൽ അല്ലെങ്കിൽ അത് ഒരു ബ്രാൻഡ് നെയിം കാതിൽ പോപ്പുലർ ആവുന്നത് അല്ലെങ്കിൽ അയാൾക്ക് അത് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നത് FM മാത്രമാണ്. അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള മറ്റ് കമ്പനീസുകളൊക്കെ നോക്കുകയാണെങ്കിൽ ആ 20 വർഷക്കാലം നിങ്ങളുടെ കയ്യിലുള്ള ഈ എക്സ്പെർട്ടൈസ് നോളജാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിഗിനറിലേക്ക് നമ്മൾ ഈ 10 മാസക്കാലം കൊണ്ട് ഷെയർ ചെയ്യുന്നത്. ദ സെയിം ഒരു 100 കോടി രൂപയുടെ മുകളിലുള്ള അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻസുകൾ BPL, സാംസങ്, മെഡിമിക്സ് ഇതിനൊക്കെ മാനേജ് ചെയ്തിട്ടുള്ള Paytm ഒക്കെ മാനേജ് ചെയ്തിട്ടുള്ള ബ്രാൻഡ് സ്വാമി നമ്മുടെ കൂടെ, ജോബി സാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. ജോബി സാറാണ് ട്രെയിൻ ചെയ്യുന്നത്. എന്താണ് ഇൻഡസ്ട്രിയുടെ ഗ്യാപ്പ് എന്ന് അദ്ദേഹത്തിന് അറിയാം, എന്താണ് ബിസിനസ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. നമ്മളൊക്കെയും ഈ എക്സ്പെർട്ടീസത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഈ ടീം മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അതിലേറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ലേണിംഗ് ബൈ ഡൂയിങ്, ഏണിംഗ് വൈൽ ലേണിംഗ്. 10 മാസം എന്ന് പറയുന്നത് നല്ല സമയമാണത്. 6 മാസത്തിന് ശേഷം പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് അയാളുടെ സ്കില്ല് വെച്ചുകൊണ്ട് അയാൾക്ക് ബിസിനസ്സുകൾക്ക് സർവീസ് കൊടുത്തുകൊണ്ട് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റണം. അത് നല്ല കോൺഫിഡൻസ് അവരിലേക്ക് വരുത്തിക്കും. അത് ഇ-കൊമേഴ്സ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യണം, എട്ടെക് കമ്പനീസിൽ വർക്ക് ചെയ്യണം, FMCGയിൽ വർക്ക് ചെയ്യണം, അങ്ങനെ തുടങ്ങി ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ മറ്റു ബിസിനസ്സിൻ്റെ ഓരോ വേർട്ടിക്കലിലും എക്സ്പോർട്ട് ബിസിനസ്സിൽ, ഇമ്പോർട്ട് ബിസിനസ്സിൽ എല്ലാത്തിലും വർക്ക് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. B2B എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, D2C എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. 10 മാസക്കാലം കൊണ്ട് ഒരാൾ ഒരു മാർക്കറ്റിംഗ് മാനേജറുടെ JD ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ്, അതിലെ KPI കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്, ഇത് മുഴുവൻ അദ്ദേഹം ട്രെയിൻ ചെയ്ത് 10ാമത്തെ മാസം കഴിഞ്ഞ് ഒരു കമ്പനിയിലെ മാർക്കറ്റിംഗ് മാനേജർ പൊസിഷൻസിലേക്കൊക്കെ എത്താൻ പാകത്തിൽ നമ്മൾ ഒരാളെ ട്രെയിൻ ചെയ്ത് മോൾഡ് ചെയ്ത് മാറ്റും എന്നുള്ളതാണ്. ഒന്ന് ഫുൾ ഡേ പ്രോഗ്രാമാണ്. ഫുൾ ഡേ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇതൊരു സൈഡ് ബിസിനസ് ആയിട്ടല്ല വരിക. 10 മാസം നിങ്ങളുടെ മുഴുവൻ ഇൻവോൾവ്മെൻറ്റും ഇതിനാവശ്യമാണ്. ഒരു ഇ-കൊമേഴ്സ് ആയിക്കോട്ടെ, ഈ പറയുന്ന ഓരോ ഡെസിഗ്നേഷൻസിൻ്റെയും JD ആണ് നമ്മൾ ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടിൽ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അതോടൊപ്പം തന്നെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏൺ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. സോ ഈ 6 വർഷക്കാലം 3 മാസത്തെ പ്രോഗ്രാമിൽ ഇമ്പാക്റ്റ് കണ്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ് സ്കൂൾ എന്ന് പറയുന്ന നെക്സ്റ്റ് ഇനീഷ്യേറ്റീവിലെ ആദ്യത്തെ പ്രോഗ്രാം AMM എന്നുള്ളത് ഈ പറഞ്ഞ ഓരോ ഗോൾസും ഓരോ ലേണറേയും അച്ചീവ് ചെയ്യുന്നതാണ്. ഇതിലൊരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ട്. അഡ്മിഷന് any ഡിഗ്രി ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ്. ഒരു അസസ്മെൻ്റ് ഉണ്ട്. ആദ്യത്തെ ബാച്ചിൽ നമുക്ക് 20 അഡ്മിഷൻസ് ആണ്, 25 അഡ്മിഷൻസ് ആണ് നമുക്കുള്ളത്. അസസ്മെൻറ്റിന് ശേഷമാണ് നമ്മൾ ഓരോരുത്തരെയും ഓൺബോർഡ് ചെയ്യുന്നത്. അത് ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി അറിയാവുന്ന ഒരാളെ നമ്മൾ പ്രോഗ്രാമിലേക്ക് സെലക്ട് ചെയ്യും, അങ്ങനെയല്ല. എത്രത്തോളം അവർക്ക് ഇതിൻ്റെ ഉള്ളൊരു പാഷനും അവരെത്രത്തോളം വിഷനറി ആണ് അല്ലെങ്കിൽ എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആണ് ഇതിലേക്ക് എന്നുള്ളതാണ്. അതുമാത്രമേ അസസ്മെൻറ്റിൽ നോക്കുന്നുള്ളൂ. ചില എൻട്രൻസ് കോച്ചിങ് സെൻ്ററൊക്കെ നടത്തുന്ന പോലെ ഫുൾ സ്കോർ കിട്ടിയ ആളുകളെ മാത്രം ഞങ്ങൾ എൻട്രൻസ് റിപ്പീറ്റേഷനിൽ ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് പലതും ഇല്ലായിരുന്നല്ലോ. ഇപ്പം എന്തായാലും ഓരോ 10 മാസം കഴിയുമ്പോൾ നമുക്കൊരു പ്രസവവേദന ഉണ്ടാവും, ഒരു പുതിയ മാർക്കറ്റിംഗ് മാനേജറെയും ഓണ്ടർപ്രനറിനെയും പുറത്തേക്ക് വരാനായിട്ട്. നമ്മൾ ഈ ഡിസ്കഷനിൽ റോഷനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കൺസൾട്ട് ചെയ്യുന്ന ബ്രാൻഡുകൾക്ക് തന്നെ ഒരു 20 അല്ലെങ്കിൽ 40 റിക്വയർമെൻറ്റ് ആളുടെ കയ്യിൽ മാത്രം ഉണ്ടാവും. ഞാൻ മീറ്റ് ചെയ്യുന്ന ഓരോ ഫൗണ്ടേഴ്സിനും അത്ര റിക്വയർമെൻ്റ് ഉണ്ട്. ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്ന ടാലൻറ്റിനെ മോൾഡ് ചെയ്ത് പുറത്തോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളെടുത്തിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി. അതാണ് നമ്മൾ 10 മാസം തന്നെ വെച്ചിരിക്കുന്നത്, ഒരു ലൈഫ് പുറത്തേക്ക് വരുന്ന ഒരു സമയം. അതെ, റൈറ്റ്, വെരി ഗുഡ്. എൻ്റെ ഇത് കഴിഞ്ഞു, ഞാൻ ഇനി വായിച്ചു നോക്കാം. അതിനകത്ത് കൾച്ചർ ദാറ്റ് ക്രിയേറ്റ്സ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്. സ്പേസ് വെയർ ഐഡിയാസ് ഫ്ലോ, ഫീഡ്ബാക്ക് ഇസ് റിയൽ ആൻഡ് ക്രിയേറ്റിവിറ്റി ഈസ് ദ ഡെയിലി ലാംഗ്വേജ്. ഇനി ഉറപ്പാണ് നമ്മൾ സാധാരണ ഒരു ഇപ്പോൾ ലെഗോ ബ്ലോക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണല്ലോ പൊതുവേ നമ്മൾ ക്യാമ്പസ് എന്ന് പറയുന്നത്. അത് ഏതൊരു ഇങ്ങനെയുള്ള അക്കാഡമി ആണെങ്കിലും അതിൽ നിന്നും മാറി ഒരു ഈ 3 കാര്യങ്ങൾ ലേണിംഗ് ബൈ ഡൂയിങ്, ഏർണിംഗ് ബൈ ലേണിംഗ്, കൾച്ചർ ദാറ്റ് ക്രിയേറ്റ്സ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൾച്ചർ ദാറ്റ് ക്രിയേറ്റ്സ് ആണ്. അതിൽ ഞാൻ ഭയങ്കര അധികം ഇങ്ങനെ റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. ആ ഒരു സാധനമില്ലേ ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞു ഫീഡ്ബാക്ക് ഇസ് ഓണസ്റ്റ് എന്നുള്ളത്. നമ്മൾ ഞാൻ എന്ത് പറഞ്ഞാലും തിരിച്ച് മെറ്റയിലേക്ക് പോകും, ക്ഷമിക്കണം. 8 വർഷക്കാലത്ത് ഉണ്ടായതല്ല, അത് ഇനിയൊന്നൊരു മാറി വരാനുള്ള സമയം എടുക്കും. അത് സത്യം പറഞ്ഞാൽ മാറരുതേ എന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് അവിടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അത് മാത്രമല്ല ഒരാൾക്കൊരു ഫീഡ്ബാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫീഡ്ബാക്ക് മോശമാണെങ്കിലും ആ വ്യക്തി തിരിച്ച് റിറ്റാലിയേറ്റ് ചെയ്യരുത് എന്നൊരു വലിയ സംഭവം ഉണ്ട് അവിടെ. ഐ മേ ഗിവ് യു എ വെരി ഓണസ്റ്റ് ഫീഡ്ബാക്ക്.
അല്ലെങ്കിൽ നമ്മളുടെ പെർഫോമൻസ് റിവ്യൂവിൻ്റെ സമയത്ത് നമ്മൾ പീർ ഫീഡ്ബാക്ക് എഴുതും. ഈ പീർ ഫീഡ്ബാക്ക് എഴുതുമ്പോൾ നമുക്ക് ആക്ച്വലി പറയാം ദ ലാസ്റ്റ് 6 months താൻ ഇങ്ങനെയാണ് ചെയ്തത്, എനിക്ക് തോന്നുന്നത് താൻ ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്ന് പറയാനുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷേ അതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നീ എന്ന് എന്നോട് അങ്ങനെ പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് നോക്ക് പോലും നോക്കിക്കഴിഞ്ഞാൽ അവിടെ അത് പ്രശ്നമാണ്. അതാണ് ഏറ്റവും രസം, അതാണ് ഇവിടുത്തെ പ്രശ്നം. നമുക്ക് അതുകൊണ്ടാണ് പിന്നെ അല്ല, അങ്ങനെയുള്ള ഒരു കാര്യം നമ്മളെ നാട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഇപ്പോഴും പണ്ടത്തെ ആ ഒരു കൾച്ചറും പണ്ടത്തെ ആ ഒരു വിഷനും സാധനങ്ങളും ഇപ്പോഴും റീറ്റെയിൻ ചെയ്ത് പോകുമ്പം ഇങ്ങനെയുള്ള ഒരുപാടധികം എക്സ്പീരിയൻസ് പുറത്തേക്ക് വരുന്ന സ്റ്റുഡൻസിന് അത് എപ്പോഴും നന്നായിരിക്കും. അത് അബ്സല്യൂട്ട്ലി. അതേപോലെയാണ് ഈ ബയസ് എന്ന് പറയുന്ന സാധനം. പലപ്പോഴും നമ്മളൊക്കെ ബയസാണ്, നമ്മൾ പോലും അറിയാത്ത രീതിയിൽ. ഒരാൾ ഡ്രസ്സിങ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ഷൂ ഇടാതെ നടക്കുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അയാൾ വന്ന് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബയസ്ഡാണ്. അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് വന്ന് ഒരാൾ മുമ്പിൽ ഇരിക്കുമ്പോഴേ നമ്മൾ തീരുമാനിക്കും ഇവന് ജോലിയൊന്നും കിട്ടാൻ പോകില്ല, ഇവനെ കൊണ്ട് പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാ വർഷവും മാൻഡേറ്ററി നമുക്ക് കോഴ്സസ് ഉണ്ടായിരുന്നു. നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് എനിക്കൊന്ന് 80% നമുക്ക് മാർക്ക് മേടിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള ഇതിൽ ക്വസ്റ്റ്യനെയറിൽ ബയസ് എങ്ങനെ ഇല്ലാതാക്കുക എന്നുള്ളത് ആ ഫസ്റ്റ് മൊമെൻറ്റ് തൊട്ട്. പക്ഷെ അതൊരു ഭയങ്കര സാധനം. എനിക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്. ഐ മീൻ ഫ്രാങ്ക്ലി സ്പീക്കിംഗ്. കാരണം ആ എക്സ്പെർട്ടൈസ് തന്നെയാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അവസരമാണ് തന്നിരിക്കുന്നത്. ഇന്ന് വേണ്ട, ഇനി ഒരിക്കലാവട്ടെ. പഠിക്കാനുണ്ട്, ഞാൻ നിങ്ങളെ കുറെ പഠിപ്പിക്കും. ഇനി ഒന്നും പറയാനില്ലേ, അടുത്ത പേജിലേക്ക് പോകാം. ഞാൻ ലേൺ ഫ്രം റിയൽ ബ്രാൻഡ് കേസ് സ്റ്റഡീസ് എന്തെങ്കിലും പറയാനുണ്ടോ? പക്ഷെ അത് നല്ല പോയിന്റ് അല്ലേ? കാരണം പലപ്പോഴും പഠിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ പഠിക്കുന്നു തിയറി പഠിക്കുന്നുള്ള ഒരു പ്രാക്ടിക്കൽ സെൻസിലേക്ക് മാക്സിമം മറ്റേ ലാബിൽ പോകുമ്പോഴും വൈവയിലുള്ളതല്ലാതെ വേറൊരു പ്രാക്ടിക്കൽ നോളജ് വരുന്നില്ലല്ലോ. പക്ഷേ എൻ്റെ അറിവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും നമ്മളുടെ ഇപ്പോൾ ഉള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് ആണെങ്കിലും AMMലൊക്കെ ആണെങ്കിലും ഒരു ഫസ്റ്റ് മന്ത് തൊട്ട് അല്ലെങ്കിൽ സെക്കൻഡ് മന്ത് തൊട്ട് റിയൽ ആയിട്ടുള്ള ബ്രാൻഡുകൾ കൂടെ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതൊന്ന് എലാബറേറ്റ് ചെയ്യാൻ ആരെങ്കിലും? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ സാധനങ്ങളും അല്ലെങ്കിൽ ഓരോരോ ലെസൺസ് പറഞ്ഞു കൊടുക്കുമ്പം അവർക്ക് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമേ ഇതിൽ ബി ഗെറ്റിംഗ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് എങ്ങനെയാണ് അത് ബാക്കിയുള്ളവർ ഓഡിയൻസ് എങ്ങനെയാണ് അത് ടേക്കപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്ത് ടേക്ക് അവേ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക എന്നുള്ളത് റിയൽ ആയിട്ടുള്ള പ്രോജക്റ്റിൽ വർക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ പഠിച്ച സ്കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈവൻ ഇപ്പോഴും നമുക്കറിയില്ല എന്തിനാ ടാനും കോഴ്സൊക്കെ പഠിച്ചെന്നുള്ളത്. കുറേ സാധനങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടെന്നല്ലാണ്ട് അതർ ദാൻ ദാറ്റ് ദർ ഇസ് നത്തിങ് ഓവർ ദേർ. ഫീൽഡിലുള്ളവർ ഉപയോഗിക്കണം. പക്ഷെ ഇവിടെ അല്ല, നമ്മളൊരു കോഴ്സ് കഴിയുമ്പം അവർ പഠിക്കുന്ന ഓരോ ലേണിങ്സും ദാറ്റ് വിൽ ബി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദം. അവരെ ജോലിയിൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ജോലി ചെയ്യുമ്പോഴും നല്ല നമ്മൾ ആ ഒരു കോഴ്സ് തുടങ്ങുമ്പോൾ തന്നെ അവർ വർക്ക് ചെയ്യുന്ന ഓരോ സാധനത്തിലും അവരത് പ്രാക്ടിക്കലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനത് കഴിഞ്ഞ ദിവസം കണ്ടു, നമ്മുടെ ഒരു ലേണറുടെ വീഡിയോയിൽ കിറ്റ്കാറ്റ് ബ്രാൻഡ്. ഇനി അദ്ദേഹത്തിന് ഇതിനപ്പുറത്തോട്ടൊരു പോർട്ട്ഫോളിയോയുടെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. നാളെ ഏതൊരു ബ്രേക്ക് എടുക്കാം. നാളെ ഏതൊരു ഇന്റർവ്യൂവിൽ പോയിട്ടും ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു റീലാണ്, അതിൽ കമന്റ് ചെയ്തിരിക്കുന്നത് കിറ്റ്കാറ്റ് ആണ്. പിന്നെ ഇതായിരുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അക്കാഡമിയിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞതല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ല, നിങ്ങൾക്ക് ഇത്ര പാക്കേജ് തരാൻ പറ്റില്ല. പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരുപാടധികം വർക്ക് ചെയ്യുന്നതിന് പകരം അവർക്ക് ആദ്യമേ പോർട്ട്ഫോളിയോ ഉണ്ട്. അവർ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ അവർ ചെയ്ത വർക്ക് ഷോക്കേസ് ചെയ്യാനുള്ള ആ ഒരു സാധനമാണ് നമ്മളവിടെ പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് വെറുതെ ചുമ്മാ കുറേ തിയറീസ് പറഞ്ഞു കൊടുക്കുക, കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇറ്റ് ഡസൻറ്റ് മാറ്റേഴ്സ്. എന്താണോ അവർക്ക് യൂസബിൾ ആവുന്നത് ആ കാര്യങ്ങൾ അവരുടെ അടുത്തേക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കോഴ്സ് മുഴുവനായിട്ട് നോക്കുന്നത്. നോർമലി പഠിക്കുമ്പോൾ പഠിച്ചിറങ്ങിയതല്ല ജോലിക്ക് കയറുമ്പോൾ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് എൻ്റയർലി ഡിഫറെൻ്റ് ആവാറുണ്ട്. അപ്പോഴും ഒന്നും അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് പല. ഇപ്പോൾ നമ്മളിവിടെ ശരിക്കും ആ ഒരു പ്രഷർ പോലും ഇവരെ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എങ്ങനെ ഇപ്പോൾ വീഡിയോ ക്രിയേറ്റേഴ്സിലൊക്കെ ആണെങ്കിൽ അത്രയും അസൈൻമെന്റ്സും അത് നമ്മൾ ആ ഒരു ഷോർട്ട് ടൈം റിയൽ ഒരു ആർട്ടിസ്റ്റ് എടുക്കുന്ന ടൈം ഇവർക്കും കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പ്രഷർ പോലും ഫേസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞൊക്കെ സത്യമാണെന്ന് അറിയേണ്ടാണ് ഞാൻ എൻ്റെ ഭാര്യ അശ്വതി അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് തന്നെ ഞാനതാ പറഞ്ഞത്, ഒരു വലിയ ലിവിങ് ടുഗദർ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള എല്ലാ രീതികളിലും ചെക്ക് ചെയ്തതിന് ശേഷം. അതിൽ ഏറ്റവും വലിയ സന്തോഷം ആൾക്ക് മെറ്റയിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്നൊക്കെ ആയിട്ട് എന്ത് ഏൺ ചെയ്യുന്നു അതായിരുന്നില്ല മോട്ടിവേഷൻ എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് CDL അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ് സ്കൂളിൻ്റെ കോഫൗണ്ടർ എന്നുള്ള പോസ്റ്റിലേക്ക് വരുമ്പോഴേക്കും നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ഈ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഒക്കെ ഇല്ലാതാവുമെങ്കിലും എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ചെറിയൊരു തിരുത്തുണ്ട്. അതൊരു ഷോർട്ട് ടേമിലോട്ട്
ഇച്ചിരി സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നാലും നമ്മൾ പറഞ്ഞിട്ടില്ല. ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ആബ്സല്യൂട്ട്ലി സി ദർ ഇസ് ഡെഫിനറ്റ്ലി എ ഡിഫറൻസ് റൈറ്റ്. പക്ഷേ ഈ AMMEയുടെ ആദ്യത്തെ 20 പേര് എന്താവുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ എപ്പോഴും ഇനി അങ്ങോട്ട് അല്ല, എൻ്റെ അടുത്ത് എനിക്ക് ഓർമ്മയുണ്ട് ജിനു ഈ ഒരു കോൺവെർസേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് മെറ്റയിൽ നിന്ന് ഇറങ്ങുന്നു ഇത് മറ്റേ KGF വരുന്നു എന്ന് പറയുന്ന പോലെ ഒരു വൈബായിരുന്നു. ഒരു കൊല്ലം എൻ്റെ അടുത്ത് പറഞ്ഞു അല്ലേ, അടുത്ത മാസം ഇറങ്ങേണ്ട പ്ലാൻ, അടുത്ത അങ്ങനെ അങ്ങനെ പോവാ. പിന്നെ എന്ത് ചെയ്യാൻ ഓരോ മാസവും പുതിയ ഷെയറുകൾ വരുമ്പോൾ വേണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. പിന്നെ എന്താ റീവൈവ് നിങ്ങൾക്കൊരു നമുക്ക് റീചാർജ് കൾച്ചറിന്റെ ഭാഗമാണ്. ഐ മീൻ വേണേൽ പെട്ടെന്ന് പറയാം. സി മെറ്റയിൽ ഏറ്റവും രസമുള്ള കാര്യങ്ങളിൽ ഒന്ന് പറയാൻ ഒരുപാടുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഓരോ 5 വർഷം നമ്മൾ ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് കംപ്ലീറ്റ് ചെയ്താൽ യു ഗെറ്റ് 1 month ഓഫ് പെയ്ഡ് ലീവ്. റീചാർജ് പെയ്ഡ് ലീവ് എന്നുള്ള റീചാർജ് നമ്മൾ പറയുന്നത്. നമുക്ക് പോയി റീചാർജ് ചെയ്തിട്ട് വരാം. നമുക്ക് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആകാം. കമ്പനിയുടെ യാതൊരു ആപ്പുകളും ഫോണിൽ വേണ്ട. യു ക്യാൻ ഡിലീറ്റ് എവറിത്തിങ്. യു ഡോണ്ട് ഹാവ് ടു ബി ഈവൻ തിങ്കിങ് ദാറ്റ് യു ആർ പാർട്ട് ഓഫ് മെറ്റ. അങ്ങനെ ഒരു മാസം ലോകത്ത് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് വന്ന് ഒന്ന് റിഫ്രഷായി റീസ്റ്റാർട്ട് ആയിട്ട് വരാം. അടുത്ത 5 വർഷം കഴിയുമ്പോൾ 10 വർഷം ആകുമ്പോൾ വീണ്ടും എടുക്കാം. എനിക്കിത് 5 വർഷം കഴിഞ്ഞിട്ട് എടുക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. ഞാനത് 8ാമത്തെ വർഷം കഴിഞ്ഞ ജൂലൈയിലാണ് ശരിക്കും പറഞ്ഞാൽ 1 മാസം എടുത്തത്. അത് കഴിഞ്ഞപ്പോഴാണ് ഓക്കെ 1 മാസം മെറ്റ ഇല്ലാതെ ആയാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാനൊരു ട്രയൽ എടുത്ത് നോക്കി. ഇതിന് അങ്ങനെ ഒരു ആംഗിൾ കൂടി ഉണ്ട്. ഞാൻ കരുതി നമുക്ക് നമ്മുടെ കമ്പനിയിൽ 5 വർഷം കഴിഞ്ഞാൽ ഒരു റീചാർജ് എല്ലാവർക്കും കൊടുക്കാം. പേടിക്കണ്ട, അത് സ്വയം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞാൽ പോലെ. പക്ഷെ അതൊരു ഭയങ്കര രസമുള്ള കാര്യമാണ്. എംപ്ലോയിക്കും അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്കും ബെനിഫിറ്റ്സ് എന്നൊരു സാധനമില്ലേ, നമ്മൾ ഏൺ ചെയ്യുന്നൊരു സാധനമില്ലേ, വെറുതെ തരുന്നല്ലോ. നമ്മൾ ആ കമ്പനിക്ക് വേണ്ടി 5 വർഷം ഫുൾ ടൈമായി നമ്മളുടെ ഉറക്കവും നമ്മളുടെ ആരോഗ്യവും നമ്മളുടെ എല്ലാം കൊടുത്തിട്ട് കമ്പനി നമുക്ക് തിരിച്ചു തരുന്ന സാധനത്തിന് ഭയങ്കര വാല്യൂ ആണ്. അല്ലാതെ വെറുതെ വന്നിട്ട് നീ വേണമെങ്കിൽ വർഷത്തിൽ ഒരു മാസം എടുത്തു പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഫീൽ ഡിസേർവിംഗ് സാധനമല്ല. അതിൽ മെഹറിന് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടാവും. മെഹർ CDയിലേക്ക് വന്നതും ഇപ്പോൾ മെഹർ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതും ഒക്കെ ആയിട്ട് അല്ലേ. ഇപ്പം ഈ കൈൻഡ് ഓഫ് തിങ് ഇതിപ്പം നമുക്കിപ്പോൾ ഗൾഫിലൊക്കെ പണിയെടുക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആണ് തോന്നുന്നുണ്ട് അല്ലേ. ഇപ്പം 1 year കംപ്ലീറ്റ് അല്ലെങ്കിൽ 2 year കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആനുവൽ ലീവ് പോലെ. അത് പിന്നെ നമ്മൾ വേറെ രാജ്യത്ത് വർക്ക് ചെയ്യുന്നതും കൺട്രിയുടെ റെഗുലേഷൻസും ഇതൊരു ദാറ്റ്സ് ലൈക്ക് ഒരു ഡിസേർവിംഗ്. 5 വർഷം ഒരു കമ്പനിയുടെ കൂടെ നിൽക്കാൻ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഈവൻ സി അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഒരെണ്ണം പറഞ്ഞോട്ടെ, നമുക്ക് പല കമ്പനികളുണ്ട്, വലിയ കമ്പനികളുണ്ട്. ഇപ്പം അശ്വതി ഇപ്പം ഡാനി ഉണ്ടായപ്പോൾ എനിക്ക് കമ്പനി 1.5 ലക്ഷം രൂപ തന്നു. അത് ഞാനിതിനെ ക്യാഷ് ഓൺ ഡെലിവറി എന്നാണ് വിളിക്കുന്നത്. സത്യത്തിൽ അതാണ് ക്യാഷ് ഓൺ ഡെലിവറി. ആ 1.5 ലക്ഷം രൂപ എന്ന് പറയുന്നത് ആ സമയത്ത് 2015 ജോയിൻ ചെയ്ത് 2 വർഷം കഴിയുമ്പോൾ ഡാനി ഉണ്ടാകുന്നത്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് കാലിക്കറ്റിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ മറ്റേ സ്വീറ്റ് റൂമിൽ ഡാനി ഉണ്ടായി. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ, നമ്മൾ ആ ഒരു ലെവലായിരിക്കില്ല ഡാനിയുടെ ജനനം എന്ന് പറയുന്നത്. സോ അങ്ങനെ അത് ട്വിൻസ് ആണെങ്കിൽ ഇരട്ടി കിട്ടും. അത് സെറോഗേഷൻ ആണെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും യു ഗെറ്റ് ദ ബെനിഫിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അത് കമ്പനി തരുന്ന ഒരു സാധനമാണ്. കോവിഡിന്റെ സമയത്ത് വീട്ടിലെല്ലാവരും വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനൊരു 7.5 വർഷം റിമോട്ട് എംപ്ലോയി ആയിരുന്നു വീട്ടിൽ തന്നെ. പക്ഷെ അല്ലാതെ എല്ലാവരും വീട്ടിലേക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു 1.5 ലക്ഷം രൂപയോളം എല്ലാ എംപ്ലോയീസിനും കൊടുത്തിരുന്നു. വീട്ടിലൊരു ടേബിൾ ചെയറൊക്കെ മേടിച്ച് ഒരു ഓഫീസ് സെറ്റപ്പ് ചെയ്തിട്ട് വർക്ക് ചെയ്യാനായിട്ട്. അതൊക്കെ ഒരു വല്ലാത്ത കൾച്ചറാണ്. കണ്ട് പഠിക്കേ. അധികം MNCസിലും ആ കൾച്ചർ ഉണ്ട്. MNCസിലുണ്ട്. ഇപ്പൊ ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത കമ്പനിയിൽ ഇതേപോലെ ഓഫീസ് സെറ്റപ്പിന് അവർ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ഡിഫറെന്റ് കൾച്ചറാണ് അവിടെ. ഇവിടെ ഒരു പതുക്കെ നമ്മൾ ഷിഫ്റ്റ് ആകുമ്പോൾ ഇപ്പം ഇപ്പം ഈ സോപ്പ് പോലത്തെ, അതായത് കമ്പനിയുടെ ഷെയർസ് അതൊക്കെ ഒരു നോട്ട് ജസ്റ്റ് ഫേസ്ബുക്ക്, ഇപ്പം മെറ്റ അങ്ങനത്തെ മാത്രമല്ല, ഇവിടെയുള്ള അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് കമ്പനീസ് ഒക്കെ ആ രീതിയിലോട്ട്, അതായത് ടെക്നിക്കലി റിയലൈസിങ് ദ ട്രൂത്ത് ദാറ്റ് ഈ എംപ്ലോയീസോ ടീമോ ഇല്ലാതെ ഇത് മുന്നോട്ട് പോകില്ല. അപ്പോൾ അതിൽ വി മേക്ക് ഷുവർ വി മേക്ക് ദം ഹാപ്പി ഓൾ ദ ടൈം. അപ്പോൾ അതൊരു 2-way വിൻ സിറ്റുവേഷൻ. കമ്പനിക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നു, കമ്പനി തിരിച്ച് അവരുടെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പം CMS ആവട്ടെ, CD ആസ് എ ബ്രാൻഡ് ഹോൾ ആവട്ടെ, ഇത് പോകാൻ പോകുന്നത് ഈ സ്ട്രാറ്റജിയിലോട്ടാണ്. നമ്മൾ ഇതാണ് എത്താൻ പോകുന്നത്. നമ്മുടെ ഒരു എൻഡ് ഗോൾ, നോട്ട് എൻഡ് ഗോൾ, പ്രോബ്ലി ഒരു 1 year ഗോൾ 2 year ഗോൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത് എത്താൻ പോകുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇപ്പം വിയബിന് പ്രോബ്ലി ഒരു കാലിക്കറ്റ് ബ്രാൻഡ് അവിടുന്ന് കൊച്ചിയിലോട്ട് എത്തി. ഇപ്പോൾ തിരിച്ച് കാലിക്കറ്റിലൊരു വേറെ ഒരു പ്ലാനിൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നില്ല, കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇനി അടുത്തത് നമ്മളിതാണ്, നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസിങ്, അതായത് നമ്മളെപ്പോഴും ഇതിൽ ബ്രാൻഡിൽ ഞാനും പാട്ടായ പിന്നെ നമ്മൾ YMCA കോഴിക്കോട് YMCA വന്നൊന്ന് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ തീർന്ന് വരുമ്പോഴാണ് കൊച്ചിയും കൊണ്ട് നമ്മൾ വരുന്നത്. അത് തീരുന്നതിന് മുമ്പാണ് നമ്മൾ അടുത്ത കോർപ്പറേറ്റ് ഓഫീസറുടെ കൊച്ചിയിൽ 2nd ഓഫീസിൻ്റെ ഡിസ്കഷൻ നടക്കുന്നത്. അതൊന്ന് കരക്കെത്തിക്കുമ്പോഴാണ് നമ്മൾ CMS എത്തുന്നത്. ഇപ്പോൾ CMS ഇനി തീരും, നമ്മൾ ഇത് എക്സൈറ്റ് ആക്കുന്ന എന്തെങ്കിലുമൊക്കെ നമുക്ക് ലുക്ക് ഫോർവേഡ് വേണമല്ലോ.
ആ കോർപ്പറേറ്റ് ഓഫീസ് ഇനാഗുറേഷൻ ഷെഫ് പിള്ളയുടെ കൂടെ ആയിരുന്നു ജിനുബൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് മെറ്റീരിയലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇന്നിപ്പോ നമ്മുടെ ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റ് സ്കൂളിന്റെ കോഫൗണ്ടറും അതിന്റെ ഇനാഗുറേഷനും എല്ലാം പ്ലാൻ ചെയ്യുന്നതും ഒക്കെയും ജിനുവാണ്. അതിലിടയ്ക്ക് ഇപ്പൊ ജിനുവിന്റെ കോൺട്രിബ്യൂഷൻ എനിക്ക് തോന്നുന്ന CMS നമ്മുടെ സബ്മിറ്റ് ചെയ്തല്ലോ, അതില് യു ഡിഡ് എ ഗ്രേറ്റ് ജോബ് മാൻ. അത് ജിനു എന്നൊരാളുടെ ഒരു മീഡിയ പവർ, ഒരു ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയിലെ ഒരു പവർ, വന്ന ഗസ്റ്റുകളാവട്ടെ, ലിസ്റ്റ്, ഞാൻ ഈ പാനൽസ് ഒക്കെ ഉണ്ട്, ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഒപ്പിച്ചു ഇത്ര ആൾക്കാർ, കുറെ പൊട്ടിയ ഒന്നുമില്ല, ക്ലീൻ. അല്ല, അത് ജിനു എന്ന വ്യക്തിയല്ല, ഐ വുഡ് നെവർ അക്സെപ്റ്റ് ഇറ്റ്. അത് ഒരുപക്ഷെ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയും നമ്മൾ ബിൽഡ് ചെയ്ത റിലേഷൻഷിപ്സും ആയിരിക്കാം. അന്ന് വന്ന് മനീഷേട്ടനാണെങ്കിലും കാർത്തിക് ആണെങ്കിലും നമ്മുടെ മദൻ ചെന്നൈയിൽ നിന്ന് ഇതിനുവേണ്ടി മാത്രം വന്നത്, ഷെഫ് പിള്ള വന്നത്, ഗോവിന്ദും നമ്മുടെ M4Tech ചൈതന്യ അതിന്റെ തലേദിവസം ഓപ്പറേഷൻ സർജറി കഴിഞ്ഞിട്ടാണ് വന്നത്. അതൊരു സ്റ്റൈൽ സാധനമായി പുള്ളിക്ക് തലയിലൊക്കെ കയറ്റി അത് ഭയങ്കര വൈറലായിട്ട് പോവുക ചെയ്തു. പിന്നെ ഇസാൻ, അതൊക്കെ ഒരു വല്ലാത്ത, അതാ നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഭാഗം. നമ്മൾ ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്തപ്പം എന്തൊക്കെ ചേഞ്ചസ് ആണോ നമ്മളിൽ ജിനു ക്രിയേറ്റ് ചെയ്തത്, ഇനി നമ്മളത് ഇൻഡസ്ട്രിയിലോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ് സ്കൂളിലൂടെ നമ്മൾ അതിനൊരു സോഷ്യലൈസ് ചെയ്യാണ്, ഡെമോക്രറ്റൈസ് ചെയ്യാണ്, കേരളത്തിന്, സൗത്ത് ഇന്ത്യക്ക് നമ്മളത് സമർപ്പിക്കുകയാണ്. Absolutely. ഇത് ഈ സ്കൂള് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേരളത്തിലുള്ളവർ മാത്രം പഠിക്കാനുള്ള സ്ഥലമല്ല. അത് നമുക്ക് ശരിക്കും ഒരു പാൻ ഇന്ത്യൻ ഒരു ഇൻവോൾവ്മെന്റ് വേണ്ട ഒരു സ്ഥലമാണ്. ഇറ്റ് ഈസ് നോട്ട് ഓപ്പൺ ഓൺലി ഫോർ കേരളൈറ്റ്സ്, മലയാളീസ്. നമ്മുടെ ഇന്ത്യ തൊട്ട് ഏത് ഭാഗത്തുനിന്നും, ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്നും നമ്മുടെ ഓർഗനൈസേഷനിൽ നിഫ്റ്റ് എന്നുള്ള ഫാക്കൾട്ടി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇന്റേൺഷിപ്പിനൊക്കെ നിഫ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞ ആൾക്കാർ നമ്മൾ ഓർഗനൈസേഷനിൽ വരാറുണ്ട്. അപ്പം ഇനി നമ്മുടെ ഒരു എക്കോസിസ്റ്റം ചെയ്യാൻ വേണ്ടി പോകുന്നത് കോഴിക്കോടാണ് NIT ഉള്ളത്. കോഴിക്കോട് അതർ സ്റ്റേറ്റിൽ നിന്നും ഒരുപാട് പേര്, ഓൾസോ മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ വെക്കേഷനൊക്കെ ആയിട്ട് പ്രോഗ്രാംസുകൾ ചെയ്യാൻ കോഴിക്കോട് വരാറുണ്ട്. ഈ ഹെറിറ്റേജ് സിറ്റി എന്ന രീതിയിൽ ആ കൾച്ചറേയും നമുക്ക് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഒരു 10 മാസക്കാലം കോഴിക്കോട് സിറ്റിയിൽ, കേരളത്തിൽ, സൗത്ത് ഇന്ത്യയിൽ നമുക്ക് ഈ ഒരു റെവല്യൂഷൻ നമ്മുടെ ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിലൂടെ സ്റ്റാർട്ട് ചെയ്യണം. റിസ്ക് ഉണ്ട്, ഒരുപക്ഷെ ഇങ്ങനൊരു പ്രോഗ്രാം കമ്പയർ ചെയ്യാൻ കേരളത്തിൽ മറ്റൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ കാറ്റഗറി ഇവിടെ എത്രത്തോളം ആളുകൾക്ക് ഈവൻ ആ ഒരു സ്റ്റുഡൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് അറിഞ്ഞോളുന്നില്ല. ബട്ട് ഓഫ് കോഴ്സ് ബ്രാൻഡ്സ്, ബിസിനസ്, ഇതിനൊക്കെ താല്പര്യത്തിരിക്കുന്ന ആളുകൾക്ക്, ചാർട്ടേഡ് അക്കൗണ്ട്സ് പ്രൊഫഷണൽസിനൊക്കെ അറിയാം മാർക്കറ്റിംഗ് ഫീൽഡുകളൊരു ഗ്യാപ്പ് എന്താണ്, ഓപ്പർച്യൂണിറ്റി എന്താണ്. നമ്മളെല്ലാവരും കൂടി അത് സെറ്റാക്കി സക്സസ് ആക്കി കൊണ്ടുവരും. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്ഡേറ്റ്സിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരുമിച്ച് എല്ലാവരും കൊച്ചിയിൽ കൂടുന്നത്. നമ്മൾ ഈ ക്യാമറകളൊക്കെ പറഞ്ഞു വിട്ട് നമ്മൾ പണികളിലേക്ക് പോയാലോ? ലോഞ്ചിങ് ഓഗസ്റ്റിലാണ്. അക്കാഡമിക്സ് നമ്മുടെ AMME പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 25 പേർക്ക് മാത്രമാണ് അഡ്മിഷൻസ്. അതൊക്കെ സെറ്റാണ്. ഫിനാൻസ് സ്ട്രോങ് ആണ്, അക്കാഡമിക്സ് സ്ട്രോങ് ആണ്, ഓപ്പറേഷൻസ് സ്ട്രോങ് ആണ്. നമ്മുടെ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെയും പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ഗസ്റ്റ് ലെക്ചേഴ്സും ട്രെയിനേഴ്സും ഒക്കെ ആയിട്ട് നമുക്ക് കോഴിക്കോട് പറന്നിറങ്ങും. എവിടെയാണെന്ന് അറിയാം? YMCA ക്രോസ് റോഡിൽ. അതുവഴി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിംഗ് കാണാതിരിക്കാൻ പറ്റില്ല. അബ്സല്യൂട്ട്ലി. അങ്ങോട്ട് പോകുമ്പോൾ വലത്തേക്ക് നോക്കണം എന്ന് മാത്രം. ഞാൻ ഇടത്തേക്കേ നോക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കണ്ടില്ലെന്ന് വരും. എല്ലാവരും കാണും. അബ്സല്യൂട്ട്ലി. അപ്പം എത്രയും പെട്ടെന്ന് പോയി നമുക്ക് ബാക്കി ജോലികൾ ചെയ്യാം. അല്ലെങ്കിൽ ഈ സോപ്പ് ചോദിക്കുന്ന ആളോട് ഈ സോപ്പ് കഥകൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വെൽക്കമിങ് മീ. താങ്ക് യു സോ മച്ച്.